Am I audible to you? Take a minute. Yes, sir. Okay, thank you. So, thank you for joining. എല്ലാവരും ഇന്നിപ്പോ ഒരു ഞായറാഴ്ചയായിട്ട് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തതിന് ഒരുപാട് നന്ദി. നമ്മൾ ഇന്നത്തെ ഈ ഒരു വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IT ഇൻഡസ്ട്രിയിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും അതെങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ, ഞാൻ സജിൻ, ആർക്കേഡിന്റെ ടെക്നിക്കൽ ഡയറക്ടറാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരള സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറും കൂടിയാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നത്തെ ഈ വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IT ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ട് IT ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസുകളാണ് ഉള്ളത്, ആ ഓപ്പർച്യൂണിറ്റീസിലേക്ക് എങ്ങനെ കറക്റ്റ് ആയിട്ട് ചാനലൈസ്ഡ് ആയിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റും, ഓരോ ജോബ് ലൊക്കേഷനിലും ഉള്ള ജോലികളുടെ ഒരു രീതി എങ്ങനെയാണ്, ഈ ഇന്ത്യയിൽ IT ഇൻഡസ്ട്രിയുടെ ഇപ്പോഴത്തെ ഒരു ബൂമിംഗ് സ്റ്റേറ്റ് ആണോ അല്ലയോ, എന്തൊക്കെയാണ് AI-ന്റെ ഡേറ്റാ സയൻസിന്റെ ഒക്കെ ഒരു ഇമ്പാക്ട് എംപ്ലോയ്മെന്റിൽ ഉണ്ടാക്കിയത്, ഇങ്ങനെയുള്ള പല വിധമായ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വെബിനാറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താ പറയാ, വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു വെബിനാറിന് വേണ്ടിയിട്ടാണ് ഞാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. സോ നിങ്ങളുടെ ആ ഇന്ററാക്ഷനും നല്ലപോലെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇത് തന്നെയാണ് നാവിഗേറ്റിംഗ് യുവർ കരിയർ ഇൻ IT ഇൻഡസ്ട്രി. IT ഇൻഡസ്ട്രിയിൽ നിങ്ങളുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചും IT ഇൻഡസ്ട്രി എന്താണെന്നുള്ളതിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ശരിക്കും നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സിന് അല്ലെങ്കിൽ IT എഞ്ചിനീയേഴ്സിനാണ് ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, ഒരുപാട് ജോലികളുള്ളത് എന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ടാവും അല്ലെ. പക്ഷേ ഇങ്ങനെ അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ, അത് കറക്റ്റ് ആയിട്ട് ക്രാക്ക് ചെയ്യുക, ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ ഈ മേഖലയിൽ ഇത്രയും ബൂമിങ് നടക്കുന്ന ഈ ഒരു സ്റ്റേജിൽ ഇതിനെക്കുറിച്ച് അറിയാണ്ട് ഒരു നോർമൽ ലേമാൻ പോലെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഔട്ട് ഫ്രം ദ ജോബ് മാർക്കറ്റ്. സോ അതാണ് ഇപ്പോഴത്തെ ഒരു സിനാരിയോ. വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഒരു ടൈമാണ്. അറ്റ് ദ സെയിം ടൈം ആ ടൈമോ അല്ലെങ്കിൽ ആ ചാനലോ അല്ലെങ്കിൽ ആ പാത്തോ നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഔട്ട് ഫ്രം ദ ജോബ് മാർക്കറ്റ് എൻറ്റയർലി. ഓക്കെ, സോ അതുണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതിനെ കുറിച്ച് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് നോ അബൌട്ട് ദ ഫാക്ട്സ് അബൌട്ട് ദ ഇൻഡസ്ട്രി. അപ്പോ ഇൻഡസ്ട്രിയിലെ ഇന്ത്യയിലെ ഫാക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് അറിയുക. നമ്മുടെ വേൾഡ് വൈഡ് എടുത്തു കഴിഞ്ഞാൽ ദ ഇൻഡസ്ട്രി is expected to grow at a CAGR of 10.3 from 2021 to 2025. 2025 കൂടി 21 മുതൽ 25 വരുമ്പോഴത്തേക്ക് CAGR 10.3 ആണ് ആ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ IT ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുക, ആ ഒരു ഗ്രോത്ത് ഉണ്ടാവുക. സോ ആ ഗ്രോത്ത് വഴി റീച്ച് ചെയ്യുന്നത് ബൈ 2025 ഫിനാൻഷ്യൽ ഇയർ നമ്മൾ എത്ര എത്തും എന്ന് പറയുന്നത്, $350 ബില്യൺ ഒരു ഇൻഡസ്ട്രിയാണ് IT ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇറ്റ്സ് വൺ ഓഫ് ദ ബൂമിംഗ് ഇൻഡസ്ട്രി ആൻഡ് വൺ ഓഫ് ദ പ്രൊമിനന്റ് ഇൻഡസ്ട്രി ഇറ്റ്സെൽഫ്. സോ അത്രയും എന്താ പറയാ വോളിയം ഉള്ള ഒരു ഇൻഡസ്ട്രിയിൽ സ്വാഭാവികമായിട്ടും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടും. സോ ഈ ഒരു CAGR എന്ന് പറയുന്നത് ഇതൊരു വലിയ നമ്പർ തന്നെയാണ്. ആക്ച്വലി 10.3% എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് നമ്പർ ആക്ച്വലി. സോ ആസ് പെർ ആമസോൺ വെബ് സർവീസ്, India is expected to have 9 times more digitally skilled workers by 2025. ഇപ്പോൾ ഉള്ളതിനേക്കാളും 2023 അവസാനം അവർ നടത്തിയ സർവേ പ്രകാരം ഇപ്പോൾ ഉള്ളതിന്റെ 9 മടങ്ങ് ഡിജിറ്റലി സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെയാണ് 2025 ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ആലോചിക്കുക, ഏകദേശം ഒരു 7, നമുക്കിപ്പോ 9 കൂട്ടിയില്ലെങ്കിലും പോട്ടെ, ഒരു 7 മടങ്ങ് അധികം എംപ്ലോയ്മെന്റ് ഉണ്ടാകുന്ന ഒരു വർഷമാണ് 2024-25 എന്ന് പറയുന്നത്. സോ അതിനുവേണ്ടി നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർഡ് ആയി, അല്ലെങ്കിൽ ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആയോ അല്ലെങ്കിൽ അതിന് സ്യൂട്ടഡ് ആയോ എന്നുള്ളതാണ് ഇവിടുത്തെ റൈസിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ ഈസ് വൺ ഓഫ് ദ പ്രൊമിനന്റ് ഇമ്പോർട്ടിംഗ്
എക്സ്പോർട്ടർ ഇൻ IT ഇൻഡസ്ട്രി. IT ഇൻഡസ്ട്രിയിൽ ശരിക്കും ഒരു വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു എക്സ്പോർട്ടർ ആണ് ഇന്ത്യ. എന്താ കാര്യം? ഇന്ത്യയിൽ ചെയ്യുന്ന വർക്കുകളുടെ ക്വാളിറ്റി, അതേപോലെ തന്നെ ക്വാളിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റു രാജ്യങ്ങളിലെ ഹയർ എക്കണോമിക്കൽ കൺസ്ട്രെയിൻസ് വരുന്നുണ്ട്. സോ ഇന്ത്യയിലാകുമ്പോൾ കമ്പയർഡ് ടു അതർ കൺട്രീസ് ചീപ്പായിട്ടും ക്വാളിറ്റി ഓറിയന്റഡ് ആയിട്ടും വർക്ക് കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ ഈസ് എ മേജർ എക്സ്പോർട്ടർ ഇൻ IT ഇൻഡസ്ട്രി. സോ അത്രയും അധികം പ്രൊജക്ടുകൾ, ഇന്ത്യയിലെ പ്രൊജക്ടുകൾ മാത്രമല്ലല്ലോ ഇന്ത്യയിലെ കമ്പനീസ് ചെയ്യുന്നത്, മറ്റു രാജ്യങ്ങളിലെ പ്രൊജക്ടുകളും ചെയ്യുന്നുണ്ട്. സോ ആ മറ്റു രാജ്യങ്ങളിൽ ഓൾ ഓവർ ദ വേൾഡ് $350 ബില്യൺ ആ ഇൻഡസ്ട്രിയിൽ ഒരു മേജർ എക്സ്പോർട്ടർ കൂടിയാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഇറ്റ്സെൽഫ് അത്രത്തോളം വർക്കുകൾ നടക്കുന്നുണ്ട്. അതുകൂടാതെ ഗ്ലോബലി ഉള്ള ഈ വോളിയത്തിന്റെ ഒരു നല്ല പാർട്ടും കൂടി ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യയിലെ IT ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ പ്രോമിനന്റ് ആണ്, വളരെ പ്രോമിസിംഗ് ആണ്. അത് ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ കേസിലായാലും ശരി, അതേപോലെ നിങ്ങളുടെ എന്താ പറയാ ടോട്ടൽ ബിസിനസ് വോളിയത്തിന്റെ കേസിലാണെങ്കിൽ ശരി, ഇന്ത്യ ഈസ് എ മേജർ റോൾ, ഇന്ത്യ ഹാസ് എ മേജർ റോൾ ഇൻ IT ഇൻഡസ്ട്രി ഗ്ലോബലി. സോ ഇന്ത്യ ഈ പറഞ്ഞ പോലെ തന്നെ increasingly we are focusing on emerging technologies such as AI, ML, IoT and blockchain. ഈ പറഞ്ഞ മേഖലയിലെല്ലാം ഒരുപാട് ടെക്നോളജിക്കൽ റിസർച്ചുകൾ നടക്കുന്നുണ്ട്. ആ റിസർച്ചുകൾ ഫോക്കസ് ചെയ്തിട്ടുള്ള R&D നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വിഷയമായിട്ട് നടക്കുന്നുണ്ട്. സോ അത്തരം എമർജിംഗ് ടെക്നോളജീസ് റിലേറ്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ ധാരാളം ഓപ്പർച്യൂണിറ്റീസും ധാരാളം പുതിയ പുതിയ പ്രൊജക്ടുകളും ഒക്കെ ഇന്ത്യയിലേക്ക് എത്തിത്തുടങ്ങുന്നു. സോ ഈ ഒരു സ്ലൈഡിൽ നിന്ന് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങളുടെ ഇൻഡസ്ട്രി ഇപ്പൊ ഈ ഒരു വെബിനാറിന് വന്നിരിക്കുന്ന എല്ലാവരും IT ഇൻഡസ്ട്രി മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. സോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ജോലി എന്ന് പറയുന്നത് ഇവിടെ സെക്യൂർഡ് ആണ്. പക്ഷേ ആ ജോലിയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഒരു നോർമൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആയിട്ട് സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ആമസോണിൽ നിന്ന് ഗൂഗിളിൽ നിന്നൊക്കെ ഒരുപാട് പേര് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും അതുപോലെ ഡേറ്റാ സയൻസിന്റെയും ഒക്കെ ഇൻഫ്ലുവൻസ് കാരണം കുറെ അധികം പേരുടെ ജോലി പോയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ഒന്ന് നല്ലപോലെ റിസർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, നല്ലപോലെ ഒന്ന് ലിറ്ററേച്ചർ സർവേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ പോയ ജോലി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ടെക്നോളജി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന കോമൺ ജോലികളാണ് അവിടെ പോയിരിക്കുന്നത്. ലൈക്ക് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ, അതുപോലെയുള്ള ജോലികളാണ് കൂടുതലും പോയിരിക്കുന്നത്. AI, ഡേറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറയുന്നത് ശരിക്കും അതിന്റെ ബൂമിംഗ് സ്റ്റേജിൽ അല്ലെങ്കിൽ ടു ബൂം എന്നുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി വരുന്നത് അതിന്റെ ആർക്കിടെക്ട്സിന് തന്നെയാണ്. ആരാണ് ഇതിന്റെയൊക്കെ ആർക്കിടെക്ട്സ്? യു ആർ ദ ആർക്കിടെക്ട്. നിങ്ങളാണ് ഇതിന്റെയൊക്കെ ആർക്കിടെക്ട് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കുള്ള അവസരമാണ് 2024-25 കാലയളവിലുള്ളത്. സോ ആ അവസരങ്ങൾ എത്രയാണെന്നുള്ളത് ഫാക്ട് വഴി നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ മേഖലയിലേക്ക്, ഈ പറഞ്ഞ ജോലികളിലേക്ക്, ഈ ഓപ്പർച്യൂണിറ്റികളിലേക്ക് എങ്ങനെ ചെന്നെത്തിപ്പെടാൻ പറ്റും. നിങ്ങളുടെ സീനിയേഴ്സ് ആയാലും നിങ്ങൾക്ക് അറിയാവുന്ന കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിറങ്ങിയവരുൾപ്പെടെ ജോലി ഇല്ലാതെ നിൽക്കുന്നവരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവര് ജോലി ഇല്ലാതെ നിൽക്കുന്നു? പക്ഷെ അപ്പുറത്തെ വശത്ത് എന്താ പറയാ, നമുക്ക് ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ട് എന്ന് പറയുന്നു. രണ്ടും കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെ. ജോലി സാധ്യതകൾ ഒരുപാടുണ്ട്, ജോലികളുടെ എണ്ണം ഒരുപാടുണ്ട്, ആൻഡ് അറ്റ് ദ സെയിം ടൈം അൺഎംപ്ലോയിഡ് പേഴ്സൺസിന്റെ എണ്ണവും ഒരറ്റത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും കൂടി എങ്ങനെയാ പോസിബിൾ ആവുന്നത്? രണ്ടും കൂടി പോസിബിൾ ആവുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. ഇറ്റ്സ് ലാക്ക് ഓഫ് സ്കിൽ. ഇൻഡസ്ട്രിക്ക് വേണ്ടുന്ന എഞ്ചിനീയർ ആയിട്ട്, ഇൻഡസ്ട്രി റെഡി എഞ്ചിനീയർ ആയിട്ട് നമ്മുടെ കുട്ടികളെ പഠിച്ചിറങ്ങുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഏറ്റവും പ്രൊമനന്റ് ആയിട്ട് നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ടതും ആ ഒരു കാര്യത്തിന് തന്നെയാണ്. ഓക്കെ, സോ can move on to next slide. ശരിക്കും എന്താ പ്രശ്നം എന്നറിയോ? ഈ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയിട്ട് നമുക്ക് ഭയങ്കര ഡെസ്പറേറ്റ്ലി നമ്മളിങ്ങനെ നോക്കായിരിക്കും, ഒരു ജോലി വേണം എന്ന് ഡെസ്പറേറ്റ്ലി നമ്മൾ ഏതെങ്കിലും ജോലി കിട്ടിയാലും പോകും എന്നുള്ള രീതിയിൽ പോകും. ഈവൻ ഞാനിപ്പോ കണ്ടിട്ടുണ്ട് പലയിടത്തും ഈ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ട് പിള്ളേരെ പ്ലേസ്ഡ് ആക്കി എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ 15,000 രൂപ അടയ്ക്കണം, നിങ്ങൾ 20,000 രൂപ അടയ്ക്കണം, 30,000 രൂപ അടയ്ക്കണം എന്ന് പറയുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ്. നമ്മൾ പക്ഷെ അതിനും തലവെച്ച് കൊടുക്കുന്നത് എന്തുകൊണ്ടാ?
എന്തുകൊണ്ട്? വി ആർ ഡെസ്പറേറ്റ്ലി സെർച്ചിങ് ഫോർ ജോബ്. അങ്ങനെ ഡെസ്പറേറ്റ്ലി സെർച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ജോലി കിട്ടാതെ ഇരിക്കലൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുള്ള ഒരു ജോലി മാത്രം നിങ്ങൾ കണ്ടെത്തിയാൽ മതി. ഒരിക്കലും ഡെസ്പറേറ്റ്ലി ജോബ് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് നടക്കരുത്. സോ അങ്ങനെ നടക്കരുത്. എന്നാൽ നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ജോലി നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതിലേക്ക് മാത്രം നോക്കണം. നിങ്ങളുടെ പാഷൻ അനുസരിച്ചിട്ടും എന്താ പറയാ, നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ സ്കിൽസ് എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് ഭാവിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാറ്റഗറൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരു ജോലി നിങ്ങളായിട്ട് തിരഞ്ഞെടുക്കുക. ആ ജോലി ഏതൊക്കെ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് നോക്കിയിട്ട് ആ രീതിയിലേക്ക് പോകുക. കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആവുക, ഫോക്കസ്ഡ് ആവുക. ഓക്കെ, സോ ഫോർ ബീങ് ഫോക്കസ്ഡ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, IT ഇൻഡസ്ട്രി എന്ന് പറയുന്ന കടല് പോലെ കിടക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് സബ് സെക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ്, ബ്ലോക്ക് ചെയിൻ സെക്യൂരിറ്റി, അങ്ങനെ പലവിധമായിട്ടുള്ള സബ് സെക്ടേഴ്സ് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സബ് സെക്ടേഴ്സ് ഉണ്ട്. ഈ സബ് സെക്ടറുകളിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് നാളെ ഒരു ജോലി നേടാൻ പറ്റും എന്ന് ഉറപ്പുള്ളത്, നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ ഒരു ആഗ്രഹിക്കുന്ന സാലറി കാണും, ആഗ്രഹിക്കുന്ന ജോബ് ലൊക്കേഷൻസ് കാണും, ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് ജോബ് എൻവയോൺമെന്റ് കാണും. ഇതിനൊക്കെ സ്യൂട്ടഡ് ആയിട്ടുള്ള സബ് സെക്ടർ ഏതാണെന്നുള്ളത് നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസോഴ്സ് അലോക്കേഷൻ എഫക്റ്റീവ് ആക്കുക. റിസോഴ്സ് അലോക്കേഷൻ ഇൻ ദ സെൻസ്, ആ സബ് സെക്ടറിന് വേണ്ടുന്ന, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും നല്ല രീതിയിൽ സ്കിൽ ഉണ്ടായിരിക്കണം, അല്ലെ? ആ സ്കിൽസ് നിങ്ങൾ ഇമ്പാർട്ട് ചെയ്യുക. അങ്ങനത്തെ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറഞ്ഞ ജോബ് റോളിന് വേണ്ടുന്ന സ്കിൽ സെറ്റ് വെച്ചുകൊണ്ട് നിങ്ങളെ റിസോഴ്സ്ഫുൾ ആക്കുക. അങ്ങനെ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്ത് എഫക്റ്റീവ്ലി റിസോഴ്സ്ഫുൾ ആയതിനു ശേഷം മാത്രം നിങ്ങൾ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക. എന്നിട്ട് ആ പ്രൊഫൈൽ വേണം നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നാളെ ഇപ്പോ ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ് ഉണ്ടെന്ന് ടീച്ചർ വിളിച്ച് പറഞ്ഞാൽ ഇന്നൊരു റെസ്യൂം ഉണ്ടാക്കും, അല്ലെ? അതുകൊണ്ട് കൊടുക്കും. ശരിക്കും നമ്പർ ഓഫ് ഇന്റർവ്യൂസ് അല്ല നിങ്ങളുടെ ജോലിനെ തീരുമാനിക്കുന്നത്. നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഫോക്കസ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇന്റർവ്യൂസിന്റെ ആവശ്യമില്ല. ഏകദേശം 1, 2, 3, പരമാവധി 3 ഇന്റർവ്യൂസ് മാത്രം മതി നിങ്ങൾക്കൊരു നല്ല ജോലി, നിങ്ങളുടെ ഡ്രീം ജോബിലേക്ക് എത്താനായിട്ട്. നിങ്ങളുടെ ഡ്രീം ജോബിലേക്ക് എത്താനായിട്ട് നിങ്ങൾ വേറെ ബാഹ്യശക്തികളുടെ പ്രേരണകൾ ഒന്നും നിങ്ങൾക്ക് വേണ്ട. ഇപ്പൊ നിങ്ങളുടെ കോളേജിൽ ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ് നടക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അതിന് പോവണ്ട. നിങ്ങൾക്കൊരു ഒരിടത്ത് പ്ലേസ്ഡ് ആയിരുന്നു, പക്ഷെ ആ ജോലി നിങ്ങൾക്ക് അത്ര താല്പര്യമില്ല, നിങ്ങൾ പോവണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി മതി എന്നും പറഞ്ഞ് നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ആദ്യം നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കരിയറിലെ ഫസ്റ്റ് ജോബാണ് നിങ്ങൾ നോക്കുന്നത്, അല്ലെ? കരിയറിലെ എൻട്രി ആണ്. ഈ കരിയറിലെ എൻട്രി നോക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം ഒരു ജോബിലേക്ക് എത്തുക. ആ ജോബിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ കൺസേൺ എന്ന് പറയുന്നത് അവിടെ സാലറി ആയിരിക്കരുത്. അവിടെ ഇപ്പം പെട്ടെന്ന് കിട്ടിയ ഒരു ജോലി എന്നുള്ളൊരു കണ്ടീഷൻ ആയിരിക്കരുത്. പകരം ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് പഠിക്കാനായിട്ട് ഉപയോഗിക്കുക. ഏത് കമ്പനിയിൽ ചെന്നാലും നിങ്ങൾക്ക് കൂടുതൽ എക്സ്പോഷറും നിങ്ങൾക്ക് കൂടുതൽ ഇൻഡസ്ട്രി എക്സ്പോഷറും അതുപോലെ കൂടുതൽ പ്രൊജക്ട് എക്സ്പോഷറും കിട്ടും എന്നുണ്ടെങ്കിൽ സാലറി ഇത്തിരി കുറവാണെങ്കിലും ആ കമ്പനിയിൽ നിങ്ങൾ പൊക്കോ. കാര്യം ആ ഒരു വർഷം അവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ലൈഫ് ലോങ് നിങ്ങളുടെ കരിയറിനെ എൻഹാൻസ് ചെയ്യാൻ തീർച്ചയായും ഉപകാരപ്പെടും. ഇപ്പോ ഞാനൊരു അധ്യാപകനായിരുന്നു, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായിരുന്നു. ഒരു 5-6 വർഷം അധ്യാപകനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ സമയങ്ങളിലൊക്കെ കുറെ അധികം കുട്ടികൾ ഈ ബൈജൂസിലൊക്കെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ബൈജൂസിൽ ഈ പറഞ്ഞ പോലെ എന്താ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ജോബ് റോളിലേക്കൊക്കെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ ആഫ്റ്റർ 6 or 7 months ഇവരെല്ലാവരും റിസൈൻ ചെയ്ത് വരികയാണ്. കാര്യം ഈ റിസൈൻ ചെയ്ത് വരുന്നത് അവരുടെ വർക്ക് പ്രഷർ മൂലവും ടാർഗറ്റ് മൂലവും ഒക്കെ തന്നെയാണ്. അവർ പഠിച്ചതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് എപ്പോഴാണ് അവർക്ക് ആ ചിന്ത വരുന്നത്? ഈ 6-7 മാസം കഴിഞ്ഞതിന് ശേഷമാണ്. നമ്മൾ പഠിച്ചായിട്ട് ഇതിനൊരു ബന്ധമില്ലല്ലോ. ഇത് ആദ്യമേ നോക്കേണ്ട കാര്യമാണ്. ഒരു കമ്പനിയിലേക്ക് ആദ്യത്തെ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ആദ്യമേ നോക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞ സംഭവം. ഈ 6-7 മാസം തൊലച്ചതിന് ശേഷം പിന്നീട് ഇൻഡസ്ട്രിയിലേക്ക് വരാന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻഡസ്ട്രിയിൽ നിങ്ങൾ വീണ്ടും ഫ്രഷറാണ്, അല്ലെ? അവിടെയാണ്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഓരോരുത്തർക്കും കരിയർ ബ്രേക്ക് ഉണ്ടാവുക. നിങ്ങൾ
ഒന്ന് രണ്ട് പേരുടെ കേസ് സ്റ്റഡി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് പേരുടെ കേസ് സ്റ്റഡി എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കരിയറിലെ ആദ്യത്തെ ജോലി ചൂസ് ചെയ്തതിലുള്ള പോരായ്മയാണ് കരിയർ ബ്രേക്ക് ഉണ്ടാവാൻ മെയിൻ ആയിട്ടും എഞ്ചിനീയറിംഗ് ആസ്പിറൻസിന് കാരണമാവുന്നത്. സോ അങ്ങനെ നല്ലൊരു റിസോഴ്സ്ഫുൾ ആയതിനു ശേഷം നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കുക. ആ പ്രൊഫൈൽ നല്ല പോലെ മാർക്കറ്റ് ചെയ്യുക. സെൽഫ് ബൂസ്റ്റിംഗ് കേട്ടിട്ടില്ലേ? തള്ളല്ല ഉദ്ദേശിക്കുന്നത്. സെൽഫ് ബൂസ്റ്റിംഗ് മീൻസ് നിങ്ങൾ തന്നെ ബ്രാൻഡ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളെ ബ്രാൻഡ് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാവുന്ന നോളജ്, നിങ്ങളുടെ സ്കിൽ, നിങ്ങളുടെ പ്രൊജക്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് വേണം നിങ്ങളെ കൂടുതലായിട്ട് മാർക്കറ്റ് ചെയ്യാൻ. ലിങ്ക്ഡിൻ പോലുള്ള പ്രൊഫഷണൽ നെറ്റ്വർക്കുകൾ കൂടുതൽ ഉപയോഗിക്കുക. അതുവഴി കൂടുതൽ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പൊ നിങ്ങൾക്കുള്ളത് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളും നിങ്ങളുടെ ഒരു ടീനേജ് റിലേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. പക്ഷെ അതിന് പകരം ഇനി ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഓഡിയൻസോ നമ്മുടെ ഒരു കണക്ഷൻസോ ഇങ്ങനെ ആവാൻ പാടില്ല. ഇതെല്ലാം കളയാനല്ല ഞാൻ പറഞ്ഞത്. ഇത് മാത്രം പോരാ, മറിച്ച് ഇൻഡസ്ട്രിയൽ പ്രൊഫഷണൽസിന്റെ ഒരു നല്ല നെറ്റ്വർക്കിംഗ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടി ലിങ്ക്ഡിൻ പോലെയുള്ള സോഷ്യൽ മീഡിയ ടൂൾസ് നിങ്ങൾ പരമാവധി യൂസ് ആക്കുക. ആൻഡ് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നോർമലി നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നല്ലപോലെ ബൂസ്റ്റ് ആവും. അങ്ങനെ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്തതിന് ശേഷം മാത്രം, ഈ 4 കാര്യങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ദയവ് ചെയ്ത് ഒരു കമ്പനിക്ക് റെസ്യൂമേ അയക്കുക. അല്ലാണ്ട് പട്ടി ചന്തയ്ക്ക് പോകുന്ന കണക്ക് കുറെ ഇന്റർവ്യൂസിന് പോകുന്നു, കുറെ റെസ്യൂമേസ് അയക്കുന്നു, അത് ഒരു കാര്യം ഉണ്ടാക്കുന്നില്ല. ആക്ച്വലി ഞാൻ എൻ്റെ ലൈഫിൽ 29ഓളം ഫെയിൽഡ് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ നിന്നും കൂടി പറയുകയാണ്, നമ്പർ ഓഫ് ഇന്റർവ്യൂസ് ഡസൻറ്റ് മേക്സ് യു എംപ്ലോയ്ഡ്. നിങ്ങളുടെ എംപ്ലോയിഡ് ആക്കുന്നില്ല അവർ. നമ്മൾ അവിടെ വേണ്ടത് ഓരോ കമ്പനിക്കും വേണ്ടുന്ന സ്കിൽസ് ഇമ്പാർട്ട് ചെയ്യുക, ആ സ്കിൽസിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോവുക, റിസോഴ്സ്ഫുൾ ആയിട്ട് പോവുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ എല്ലാവർക്കും റെസ്യൂമേ ഉണ്ടാവും അല്ലെ. ഈ റെസ്യൂമിന്റെ അകത്ത് നിങ്ങളുടെ കരിയർ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ഞാനിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ എത്ര പേർക്ക് പറയാൻ പറ്റും? എത്ര പേർക്ക് പറയാൻ പറ്റും കരിയർ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത്? ആക്ച്വലി ഒന്ന് ആലോചിച്ച് നോക്കടാ. ഞാൻ പറയുന്ന സാധനം എന്ന് പറയുന്നത് കരിയർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്താ? നിങ്ങളുടെ കരിയറിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുന്നത്. അതറിയില്ല, മറന്നുപോയി എന്ന് നമുക്ക് പറയാനും പറ്റില്ല അല്ലെ. അപ്പൊ നമ്മള് സർഫസിൽ കിടന്ന് ഇങ്ങനെ കൈ നനയാതെ മീൻ പിടിച്ചു കഴിഞ്ഞാൽ ആ മീൻ എന്ന് പറയുന്നത് ചിലപ്പോൾ വഴുതി പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പം അങ്ങനെ കിട്ടുന്ന മീൻ നല്ലതുമായിരിക്കും. അപ്പോ നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടാവണം. നിങ്ങളുടെ കരിയറിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാവണം, വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടാവണം. ഇന്ന് നിങ്ങൾക്ക് വേറെ ആരുടെയും ഒപ്പീനിയൻസോ കാര്യങ്ങളോ എടുക്കാണ്ട് തന്നെ എല്ലാവിധ ഇൻഫോർമേഷൻസും ഗ്യാദർ ചെയ്യാനായിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിൽക്കുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് ശരിക്കും ഫോക്കസ്ഡ് ആവാനായിട്ടുള്ള എല്ലാ പ്രൊവിഷൻസ് ഉണ്ട്. സോ ആ പ്രൊവിഷൻസ് നല്ലപോലെ യൂസ് ചെയ്തിട്ട് ഫോക്കസ്ഡ് ആവുക, ഏതെങ്കിലും ഒരു സബ് സെക്ടർ റിലേറ്റഡ് ആയിട്ട് പോവുക. അങ്ങനെ പോകുമ്പോൾ ഉള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു മേഖലയിലേക്ക് പോവാണ്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് സ്പെഷ്യലൈസ്ഡ് ഇൻ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് പോണേ. അങ്ങനെ ഒരു കമ്പനിയിൽ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്, അവർ റെസ്യൂമേഴ്സ് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് എന്നെങ്കിൽ അവിടെ വരുന്ന 20ഓ 30ഓ റെസ്യൂമിന്റെ അകത്ത് 4ഓ 5ഓ ആയിരിക്കും സ്പെഷ്യലൈസ്ഡ് ഇൻ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ വരിക. അല്ലെങ്കിൽ ആ സ്കിൽസ് ഹൈലൈറ്റ് ചെയ്യുന്ന റെസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ 4ഓ 5ഓ ഉണ്ടാവത്തുള്ളൂ. സ്വാഭാവികമായിട്ടും ആ 4ഓ 5ഓ പേർക്കല്ലേ അവിടെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ലഭിക്കുക അല്ലെ. ഒരു നോർമൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ ആ നോർമൽ റെസ്യൂമേ ഉണ്ടല്ലോ, ലക്ഷക്കണക്കിന് കിട്ടും. പക്ഷെ ഒരു കമ്പനിക്ക് സ്പെസിഫൈഡ് ആയിട്ടുള്ള ജോബ് റോളിന് ആപ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി ഉള്ള, അതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ അവരെ എടുക്കുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, MBBS മാത്രമുള്ള ഡോക്ടർമാര് ഇപ്പം വളരെ കുറവാണ് അല്ലെ. എന്തുകൊണ്ടാ? ഒരു സ്പെഷ്യലൈസേഷൻ ഇല്ലാണ്ട് ഇന്ന് ആ ഒരു പ്രൊഫഷനിൽ അവർക്ക് ഹലോ കേൾക്കുന്നുണ്ടോ?
ആരോ എന്റെ മൈക്ക് ഓഫ് ചെയ്തു. ഓക്കെ, ഞാൻ എവിടം വരെ പറയുന്നത് നിങ്ങൾ കേട്ടത്? സ്പെഷ്യലൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരുന്നോ? ആയിരുന്നോ? ഓക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് പോയെങ്കിൽ മാത്രമേ ഒരു ജോബ് സിനാരിയോയിലും ജോബ് മാർക്കറ്റിലും നിങ്ങൾക്കൊരു പ്രൊമിനൻസിയും നിങ്ങൾക്കൊരു എന്താ പറയാ ഒരു ആഡഡ് അഡ്വാൻറ്റേജും ഒക്കെ ഉണ്ടാവും. ഓക്കെ, സോ വാട്ട് ആർ ദ സ്കിൽസ് നീഡഡ് ഇൻ ദ ഇൻഡസ്ട്രി? ബേസിക് സ്കിൽസ് എന്തൊക്കെയാണ് ഇപ്പോ ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് കോഡിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോ ഞാനിപ്പോ പല കോളേജുകളിലും വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കോഡിങ്ങിലും പോലും പ്രൊഫഷണൽ അല്ലാത്തവരാണ് ഒരു മെജോറിറ്റി. ഒരു 90% എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും അത് ഭയങ്കര അലാമിംഗ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. കാര്യം നിങ്ങളിപ്പോ ഒരു നല്ല കമ്പനിയിൽ പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ കാര്യങ്ങളും കോഡിങ്ങും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ അത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര അലാമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. സോ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ അൽഗോരിതമിക് നോളജ്. നല്ലൊരു അൽഗോരിതം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്കറിയാം. അൽഗോരിതംസ് ഒരു ഡെവലപ്മെന്റിനെ സംബന്ധിച്ച് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് നോളജ് എങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് പ്രൊജക്ട് മാനേജ്മെന്റ്. നിങ്ങൾക്കറിയാം പല സെക്ടറിലാണ് ഒരു പ്രൊജക്ട് കയറി ഇറങ്ങുക അല്ലെ. ഡെവലപ്മെന്റ് ഉണ്ട്, ടെസ്റ്റിംഗ് ഉണ്ട്, അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഉണ്ട്, അതിന്റെ QA ഉണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങളിൽ കയറി ഇറങ്ങിയിട്ടായിരിക്കും ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ആവുക. അപ്പൊ അങ്ങനെ പ്രൊജക്ടിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള ടൂൾസിനെ കുറിച്ച് നല്ലപോലെ അറിഞ്ഞിരിക്കുക, പ്രൊജക്ട് മാനേജ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഈ വക ബേസിക് ആയിട്ടുള്ള ഈ 3 കാര്യങ്ങൾ ഏതൊരു ഫീൽഡിലായാലും, ലൈക്ക് അപ്പൊ അതിന്റെ താഴെ നമ്മൾ കുറെ ഫീൽഡുകൾ കൊടുത്തിട്ടുണ്ട്. ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വെബ് ഡെവലപ്മെന്റ്, IoT, ഏത് കാറ്റഗറി ആയിക്കോട്ടെ, ഏത് കാറ്റഗറിയിലായാലും കോമൺ ആയിട്ടുള്ള ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായേ പറ്റുള്ളൂ. യു ഷുഡ് നോ ഈവൻ ദ ഇന്റർമീഡിയറ്റ് സ്കിൽസ് എങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ അൽഗോരിതമിക് നോളജ് ഉണ്ടാക്കിയെടുക്കുക. പ്രൊജക്ട് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് സീക്ക് ചെയ്യുക. അതിനുള്ളൊരു ടീം എന്താ പറയാ ടീം വർക്കും ടീം ബിൽഡ് ചെയ്യാനും ടീമിനെ ലീഡ് ചെയ്യാനും ഒക്കെയുള്ളൊരു എന്താ പറയാ മാനേജറൽ കേപ്പബിലിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ബേസിക് നീഡ്സ് ആണ്. ഓക്കെ, സോ ഇത് കൂടാതെ ഇന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള സ്കിൽസ് എന്ന് പറയുന്നത് ഡേറ്റാ സയൻസ് റിലേറ്റഡ് സ്കിൽസും അതിന്റെ അനലിറ്റിക്സും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രൊമിനന്റ് ആയിട്ട് വരുന്നുണ്ട്. അത് എന്നെക്കാളും നല്ല പോലെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഡേറ്റാ സയൻസിന്റെ ഒക്കെ എത്രത്തോളം പ്രൊജക്ടുകളാണ് ഇപ്പോ പുതുതായിട്ട് വരുന്ന ഡേറ്റാ സയൻസിന്റെ പ്രിൻസിപ്പിൾസും ഡേറ്റാ സയൻസിന്റെ പ്രൊജക്ടുകളും ഒക്കെ ആയിട്ട് ഒരുപാട് എണ്ണമാണ് വരുന്നത്. അതിന്റെ അനാലിസിസ് റിലേറ്റഡ് ആയിട്ടായാലും ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടും ഒരുപാട് എണ്ണമാണ് വരുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. ഇന്ന് AI യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ആപ്പുകളായാലും ശരി, മറ്റ് എന്താ പറയാ മറ്റ് സിസ്റ്റംസ് ആയാലും മറ്റ് പ്രൊജക്ടുകളായാലും ശരി, ഇതൊക്കെ ഇന്ന് എല്ലാ മേഖലയിലേക്കും വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം എഞ്ചിനീയറിംഗ് മാത്രം എടുക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ വന്നിട്ടുണ്ട്, മെഷീൻ മാനുഫാക്ചറിംഗ് രംഗത്ത് വന്നിട്ടുണ്ട്, ഇലക്ട്രിക്കൽ ഡിസൈനിങ് രംഗത്ത് വന്നിട്ടുണ്ട്, PCB ഡിസൈനിങ് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ എഞ്ചിനീയറിംഗ് ഫീൽഡിലും ഇന്ന് AI അഡോപ്ഷൻ ഉണ്ടാവുമ്പോൾ നേരത്തെ IT ഇൻഡസ്ട്രിയിൽ മാത്രം ഒതുങ്ങി നിന്ന നിങ്ങൾ ഇന്ന് പല ഇൻഡസ്ട്രിയിലായിട്ട് ഉള്ള പ്രൊജക്ടുകളിലേക്ക് ഒരു എക്സ്പോഷർ കിട്ടുകയാണ്. സോ അത് ഇന്ന് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒന്നാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പല കോളേജസിലും പറയുന്നത് ChatGPT കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ക്യാമറയെ കുറിച്ചായിരിക്കും. അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ മാത്രം കോമൺ ആയിട്ട് എല്ലാവർക്കും പറയുന്ന 1-2 കാര്യങ്ങളെ കുറിച്ച് മാത്രമേ കുട്ടികളും പറയുന്നുള്ളൂ, ഫൈനൽ ഇയേഴ്സ് ആയിട്ടുള്ളവരും പറയുന്നുള്ളൂ. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇൻഡെപ്ത് ടെക്നോളജിക്കൽ ആയിട്ടുള്ള അഡ്വാൻസ്മെന്റുകൾ എന്താണ്, അപ്ഡേഷൻസ് എന്താണ്, അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് ചെയ്യുക, അത് യൂസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള റിസർച്ച് നടത്തുന്ന വളരെ ചുരുക്കം കുട്ടികളെ മാത്രമേ നമുക്ക് ഇത് കാണാൻ പറ്റുന്നുള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് വെബ് ഡെവലപ്മെന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊരു എന്താ പറയാ ഇന്നിപ്പോ വെബ്സൈറ്റ് ഇല്ലാത്ത ഏതൊരു സ്ഥാപനത്തിനെയോ അല്ലെങ്കിൽ ഏതൊരു കൂട്ടായ്മയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അല്ലെ. അപ്പോ ആ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ വെബ് ഡെവലപ്മെന്റിന്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗോസ് ഓൺ ഇൻക്രീസിങ് കണ്ടിന്യൂസ്ലി അല്ലെ. അപ്പോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസും അത്രയധികം വരും. പക്ഷേ ഇതിലേക്കൊക്കെ എത്തിപ്പെടണമെങ്കിൽ
the main thing is you should be resourceful in this sector. ഈ സെക്ടറിലുള്ള ഇപ്പൊ പല സെക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഡേറ്റാ സയൻസ് ഞാൻ പറഞ്ഞു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞു, IoT, സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ്, അങ്ങനെ പലവിധമായ സെക്ടറുകളുണ്ട്. ഈ സെക്ടറുകളിലൊക്കെ ജോലിക്ക് പോകണമെങ്കിൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ആ സെക്ടർ ഓക്കെ ആണോ എന്നുള്ളത് നോക്കുക. നോക്കിയതിനു ശേഷം അതിൽ ഏതൊക്കെ കമ്പനീസ് ആണുള്ളത് നോക്കുക, പ്രൊമിനന്റ് കമ്പനീസ്. ആ കമ്പനീസിന്റെ സർവീസസ് എടുത്തു നോക്കുക. ആ സർവീസസിന് ഒരു ജോബ് റോള് ഹയറിംഗ് കോള് വരുവാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും, എന്തൊക്കെയായിരിക്കും അയാളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. ഇപ്പൊ ChatGPT ഒക്കെ യൂസ് ചെയ്ത് തന്നെ വേണമെങ്കിൽ നോക്കാം. അങ്ങനെ നോക്കിയിട്ട് ആ പറഞ്ഞ സ്കിൽസും ആ പറഞ്ഞ മാനേജറൽ കേപ്പബിലിറ്റീസും ഇമ്പാർട്ട് ചെയ്യുക. നിങ്ങളിൽ തന്നെ ഇമ്പാർട്ട് ചെയ്യുക. അങ്ങനെ ഇമ്പാർട്ട് ചെയ്യുമ്പോൾ യു ഷുഡ് നോ ഇൻഡെപ്ത് നോളജ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ സെക്ടർ. ആ പർട്ടിക്കുലർ സെക്ടറിലെ ഏറ്റവും ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ ആ പർട്ടിക്കുലർ സെക്ടറിലുള്ള കൂടുതൽ പ്രൊജക്ട് എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടണം. അങ്ങനെ കൂടുതൽ പ്രൊജക്ട് എക്സ്പോഷർ നേടിക്കൊണ്ട് കൂടുതൽ പ്രൊജക്ടുകൾ ചെയ്ത് കൂടുതൽ നിങ്ങളെ പോളിഷ് ചെയ്ത് മാത്രം ഞാൻ നേരത്തെ പറഞ്ഞൊരു മാർക്കറ്റബിൾ പ്രൊഫൈലായിട്ട് നിങ്ങളെ തന്നെ പ്രസന്റ് ചെയ്യുക. സോ നിങ്ങൾക്കറിയാം IoT എന്ന് പറയുന്നത് ഇന്നിപ്പം എംബഡഡ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് IoT, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. സോ റിമോട്ട് ആയിട്ടുള്ള ഒരു ഹാർഡ്വെയറിനെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് റിമോട്ട്ലി തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയാ ടെക്നോളജിയാണ് IoT എന്ന് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയായിരിക്കും IoT എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പൊ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഇരിക്കുന്ന ഒരാൾക്ക് നാട്ടിലെ അയാളുടെ ഒരു ഹാർഡ്വെയറിനെ ഇന്റർനെറ്റ് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ IoT എന്ന് പറയുന്ന ടെക്നോളജി കേപ്പബിൾ ആക്കുന്നുണ്ട്. സോ അത് ശരിക്കും നമ്മളിപ്പോ ഒരു ചെറിയ ക്യാൻവാസിൽ പറഞ്ഞ സാധനം വലിയ അർത്ഥങ്ങളല്ലേ ഉണ്ടാക്കുന്നത്, അല്ലെ? വലിയൊരു ക്യാൻവാസിലാണ് അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. സോ ആ ഓപ്പർച്യൂണിറ്റീസ് ക്രാക്ക് ചെയ്ത് എന്തൊക്കെ പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്, അല്ലെ? ഇത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഓരോ കാര്യങ്ങളും എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ്, ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഫോക്കസ്ഡ് ആയാൽ മാത്രമേ പറ്റൂ. നിങ്ങളുടെ റിസർച്ചേഴ്സ് മൊത്തത്തിൽ ജോബ്സ് ഫോർ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഇൻ കേരള എന്നടിച്ചു കൊടുക്കേണ്ട നിങ്ങളുടെ സെക്ടർ നിങ്ങൾ സെറ്റ് ആക്കിയതിനു ശേഷം ആ സെക്ടറിലെ മാത്രം ജോബ് റോൾസ് നിങ്ങൾ ക്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഡിമാൻഡിങ് സ്കിൽസ് ആണ് സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്. നമ്മളെ പഠനങ്ങളൊക്കെ പറയുന്നത് വരുന്ന 10 വർഷം പല വലിയ കമ്പനീസും അതുപോലെ തന്നെ പല വലിയ സെലിബ്രിറ്റീസ് ആയാലും അറിയപ്പെടുന്നവരായാലും ശരി, ഇവരൊക്കെ അവരുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആക്കി അവരുടെ പേഴ്സണൽ സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന സാധനത്തിന് മാറ്റും എന്നുള്ളതാണ് നമ്മളെ പഠനങ്ങൾ കാണിക്കുന്നത്. സോ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം ബൂമിംഗ് ഉള്ള, വളരെയധികം റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നതും വളരെയധികം ചലഞ്ചസ് നേരിടുന്നതും ആ ചലഞ്ചസിനെതിരെയുള്ള പ്രൊട്ടക്ഷൻസ് റിലേറ്റഡ് ആയിട്ടും ആ ചലഞ്ചസിനെ നേരിടാനായിട്ടുള്ള പുതിയ ടെക്നോളജീസിലുള്ള റിസർച്ചുകളും ഒക്കെ ഒരുപാട് നടക്കുന്നത് കൊണ്ട് തന്നെ സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രൊമിനന്റ് സബ്സെക്ടർ ഇൻ ദ ഇൻഡസ്ട്രി. സോ ഇത്രയാണ് ബേസിക്കലി ഉള്ള സബ്സെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ മറ്റ് സെക്ടറുകളുണ്ട്. ഇപ്പൊ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലുള്ള കാര്യങ്ങളുണ്ട്, പ്രൊജക്ട് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, നമ്മുടെ ഇൻഡസ്ട്രിയിൽ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏതാനും സെക്ടറുകൾ മാത്രമേ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ. ഓക്കെ, സോ കമ്മിങ് ടു the skills needed in the industry, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡേറ്റാ സയൻസ് ആൻഡ് അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ശരിക്കും ഡേറ്റാ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടൂൾസിന്റെ അകത്തും കൂടുതൽ പ്രൊജക്ടുകൾ ചെയ്ത് കൂടുതൽ എക്സ്പോഷർ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അതിന്റെ അനാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസിലും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം, അൽഗോരിതംസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ ആ അൽഗോരിതംസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിലും ആ അൽഗോരിതംസ് പ്രൊഡക്റ്റ് ആക്കി ഡെവലപ്പ് ചെയ്യുന്നതിലും അതിന്റെ ടെസ്റ്റിങ്ങിലും അതിന്റെ AI ഓപ്പർച്യൂണിറ്റീസിലും ഒക്കെയുള്ള എന്താ പറയാ ഇൻഡെപ്ത് നോളജ് അവിടെ ഉണ്ടായിരിക്കണം. ഇനി വെബ് ഡെവലപ്മെന്റിലേക്ക് വരികയാണെങ്കിൽ പണ്ടൊക്കെ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ, ബാക്ക് എൻഡ് ഡെവലപ്പർ എന്നുള്ള രീതിയിൽ തരംതിരിച്ച് വേക്കൻസികൾ പറയുമായിരുന്നെങ്കിൽ ഇന്ന് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒറ്റ ജോബ് റോളാണ് കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുക. സോ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും,
ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒരുമിച്ച് ചെയ്യുന്നത് തന്നെയാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പിംഗ് എന്ന് പറയുന്നത്. സോ ആസ് എ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും അതിനകത്ത് ഡേറ്റാബേസ് ആയാലും ശരി, അതിന്റെ ലാംഗ്വേജ് ആയാലും ശരി, ഫ്രെയിം വർക്ക് ആയാലും ശരി, എല്ലാ കാര്യങ്ങളും വളരെ ഇൻഡെപ്ത് നോളജ് ഉണ്ടായിരിക്കണം. ഓരോ പ്രൊജക്ടിനും ഏത് ഡേറ്റാബേസ് എടുക്കണം, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരിക്കും നല്ലത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവണം. അങ്ങനെ ഒരു കേപ്പബിലിറ്റി ഉണ്ടാവണമെങ്കിൽ കൂടുതൽ പ്രൊജക്ടുകളിലോട്ടുള്ള എക്സ്പോഷർ വേണം. അങ്ങനെ ഓരോ ക്ലയന്റിനും ഓരോ പ്രൊജക്ടിനും അനുസരിച്ചിട്ട് ഈ പറഞ്ഞ ഡേറ്റാബേസുകളായാലും ശരി, ഫ്രെയിം വർക്കുകളായാലും ശരി, ലാംഗ്വേജ് ആയാലും ശരി, അതെല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു IoT, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IoT എന്ന് പറയുന്നത് എംബഡഡ് സിസ്റ്റത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. എംബഡഡ് സിസ്റ്റത്തിന്റെ ഒരു മേഖലയിലുള്ള ഒരു ഹൈ എൻഡ് ടെക്നോളജിയാണ് IoT. സോ ഈ IoT-യിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഈ പറഞ്ഞ പോലെ അതിന്റെ ടെസ്റ്റിംഗ് ആയാലും ശരി, അതിന്റെ സോഫ്റ്റ്വെയർ പാർട്ടുകളായാലും ശരി, അതിന്റെ കോഡിംഗ് പാർട്ടുകളായാലും ശരി, ഈവൻ ഇപ്പോ അതിന് യൂസ് ചെയ്ത മൈക്രോ കൺട്രോളേഴ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൈക്രോ കൺട്രോളർ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ്, ഇതൊക്കെയാണ് IoT എന്ന് പറയുന്ന കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. When it comes to cyber security and ethical hacking, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലവിധമായ ടൂൾസ് ഉണ്ട്. സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗിൽ ഇപ്പോ ബ്ലോക്ക് ചെയിൻ സെക്യൂരിറ്റി, IoT സെക്യൂരിറ്റി, അങ്ങനെ പല ടൈപ്പ് സെക്യൂരിറ്റി കാറ്റഗറീസ് ഉണ്ട്. ഈ സെക്യൂരിറ്റി കാറ്റഗറീസ് ഒക്കെ ക്രാക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ടെസ്റ്റിംഗ് ടൂൾസ് ഉണ്ട്, അനാലിസിസ് ടൂൾസ് ഉണ്ട്. അങ്ങനെയുള്ള ടൂൾസിലേക്കുള്ള ഇൻഡെപ്ത് നോളജ് അവിടെ ഉണ്ടായിരിക്കാം. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇന്റർമീഡിയറ്റ് നോളജ് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ആ സെക്ടറിൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് പോകാൻ പറ്റില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ അപ്പോ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. പക്ഷെ ആ ജോലികളിലേക്ക് എത്തിപ്പെടാനായിട്ട് പല കുട്ടികൾക്കും സാധിക്കുന്നില്ല. മിയർലി പ്ലേസ്മെന്റ് ഡ്രൈവുകൾ വഴി വരുന്ന എല്ലാവർക്കും ലഭിക്കാവുന്ന ജോലികളിലേക്ക് നിങ്ങൾ ഇപ്പോഴേ സംതൃപ്തരാവുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിയർ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ച് തീർച്ചയായും ഉണ്ടാവും. അതിന്റെ കാരണം ഞാൻ നേരത്തെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, ബൈജൂസിന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. സോ അങ്ങനെ ഒരു തരത്തിലുള്ള കരിയർ ബ്രേക്കും ഉണ്ടാവാതെ കരിയർ നിങ്ങൾ ആഗ്രഹിച്ച സെക്ടറിൽ തന്നെ കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാവിധ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് ഇന്ന് ഇവിടെ ഉണ്ട്, ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. സോ പക്ഷെ ആ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസിലേക്ക് എന്തുകൊണ്ടോ സൗത്ത് ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള എഞ്ചിനീയേഴ്സിന് കൂടുതലായിട്ട് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിസ്റ്റം ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്, അല്ലെ? ഇന്ന് നമ്മൾ പഠിക്കുന്ന പലതും ജാംബോന്റെ കാലത്തുള്ള കാര്യങ്ങളാണ്, തിയറിറ്റിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എത്ര ക്യാപ്സ്റ്റോൺ ലൈവ് പ്രൊജക്ടുള്ള എക്സ്പോഷർ ഇതുവരെ കിട്ടിയിട്ടുണ്ട്? വളരെ വളരെ ചുരുക്കമായിരിക്കും, അല്ലെ? അപ്പോ അങ്ങനെ നോക്കുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള ഇൻഡസ്ട്രി എക്സ്പോഷർ കിട്ടിയിട്ടുള്ള ഒരാളിൽ നിന്ന് എങ്ങനെ നമുക്ക് ഇത്രയും പോളിഷ്ഡ് ആയിട്ടുള്ള സ്കിൽസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? സോ അങ്ങനെയുള്ള സ്കിൽസ് എക്സ്പെക്ട് ചെയ്യാതെ വരുന്ന ഒരു നോർമൽ കമ്പനീസ് ആയിരിക്കും കൂടുതൽ കുട്ടികളെയും എടുത്തു വെക്കുക. പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു കമ്പനിയിൽ നിങ്ങളെ ഹയർ ചെയ്തതിന് ശേഷം, അവരെ എടുത്തതിന് ശേഷം അതിനകത്ത് കൂടുതലായിട്ടുള്ള ട്രെയിനിങ്, 6 month 1 year ട്രെയിനിങ് ഒക്കെ നൽകിയതിനു ശേഷം അവരെ വീണ്ടും നോർമൽ ജോബുകളിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എംപ്ലോയിക്ക് വേണ്ടി അത്രയും അധികം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പല കമ്പനികളും താല്പര്യപ്പെടുന്നില്ല. ദേ നീഡ് ഇൻഡസ്ട്രി റെഡി എഞ്ചിനീയേഴ്സ് ഫോർ ദെയർ വർക്ക്, അല്ലെ? അപ്പൊ ആ രീതിയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ, ഒരു ഇൻഡസ്ട്രി റെഡി എഞ്ചിനീയർ ആയിട്ട് എത്തിപ്പെടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സ്കിൽസും, നിങ്ങൾ സബ് സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്കിൽസും, ടെക്നിക്കലി ആൻഡ് നോൺ ടെക്നിക്കലി ഉള്ള എല്ലാ സ്കിൽസും, ഇന്ന് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള സ്കിൽസ് എല്ലാം നിങ്ങൾ ഇമ്പാർട്ട് ചെയ്തിരിക്കണം. സോ ഈ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്, പക്ഷെ അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ടല്ലോ. ആ പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്യാനായിട്ടാണ് 9 years എക്സ്പീരിയൻസ് ഉള്ള ആർക്കേഡ് എഡ്യൂക്കേഷൻ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആർക്കേഡിന്റെ പുതിയ വെഞ്ചർ ആയിട്ടുള്ള ആർക്കേഡ് സ്കൂൾ ഓഫ് ഡേറ്റാ സയൻസ് വഴി തരുന്നത്. ആർക്കേഡ് സ്കൂൾ ഓഫ് ഡേറ്റാ സയൻസ് ഫോക്കസ് ചെയ്യുന്നത് 3 ഏരിയാസിലാണ് ബേസിക്കലി. ഈ 3 ഏരിയാസ് ഞങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ബേസ്ഡ് ഓൺ ദ ഇൻഡസ്ട്രി ആണ്. ഈ പറഞ്ഞ 3 എണ്ണം ഇൻഡസ്ട്രി ഫോർകാസ്റ്റിംഗ് ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഞങ്ങൾ ഈ 3 ഫോക്കസ് ഏരിയാസ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 3 ഏരിയാസിന്റെയും ഒരു ഇൻഡസ്ട്രി ഫോർകാസ്റ്റിംഗ് ജോബ് റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഫാർ അവേ ഫ്രം അതർ.
സോ ഫസ്റ്റ് വൺ ഈസ് ഡേറ്റാ സയൻസ് ആൻഡ് AI. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡേറ്റാ സയൻസിന്റെ അകത്ത് ശരിക്കും മെഷീൻ ലേണിംഗ്, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സും ഡേറ്റ എഞ്ചിനീയറിംഗ്, വിഷ്വലൈസേഷൻ, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലെ. അതിന്റെ അകത്ത് ഈ പറഞ്ഞ പോലെ NLPs, കമ്പ്യൂട്ടർ വിഷൻ, റോബോട്ടിക്സ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആവുന്നതാണ് ആക്ച്വലി ഡേറ്റാ സയൻസ് എന്ന് പറഞ്ഞ ആ ഒരു മേഖല. ശരിക്കും അതിന്റെ എന്താ പറയാ, അതിന്റെ ഡെപ്ത് എത്രയാണെന്നുള്ളതും അതിന്റെ പവർ എന്താണെന്നുള്ളതും നിങ്ങൾക്ക് നല്ലപോലെ അറിയാവുന്നതാണ്. നമുക്കിപ്പോ ഈവൻ ChatGPT എന്ന് പറഞ്ഞ ആ ഒറ്റ സാധനം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അതിന്റെ കേപ്പബിലിറ്റി എന്നുള്ളത് അറിയാം, എന്താണ് അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് അറിയാം, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോ ഡേറ്റാ സയൻസ് ആൻഡ് AI റിലേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ടോട്ടൽ ഡിജിറ്റൽ സ്കിൽഡ് വർക്കേഴ്സിന്റെ അളവ് ആമസോൺ സർവേ പ്രകാരം 9 ടൈംസ് ആണ്. ഇപ്പോൾ ഉള്ളതിന് 9 ടൈംസ് ആണ് നമുക്ക് ഇനി വേണ്ടത്. സോ അതിൽ തന്നെ ഏകദേശം 3 ടൈംസ് കൂടുതലായിട്ടുള്ള ആളുകളെയാണ് ഡേറ്റാ സയൻസ് ആൻഡ് AI എന്ന് പറയുന്ന ഒറ്റ കാറ്റഗറിയിൽ മാത്രം വേണ്ടി വരും. സോ ഡേറ്റാ സയൻസ് ആൻഡ് AI എന്ന് പറയുന്നത് വൺ ഓഫ് ദ പ്രൊമിനന്റ് ഇൻഡസ്ട്രി ആൻഡ് പ്രൊമിനന്റ് സബ് സെക്ടർ. ഒരുപാട് പേര് ആവശ്യമുണ്ട്. പക്ഷെ ഇപ്പോ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. അതും നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഡേറ്റാ സയൻസും AIയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രൊഫഷനിൽ എന്റെ അറിവില് ചുമ്മാ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ ചുമ്മാ നിൽക്കുന്നതായിട്ട് ഇല്ല. ശരിക്കും എല്ലാ കമ്പനീസിലും നിങ്ങൾ ജസ്റ്റ് ടെക്നോ പാർക്കിന്റെ സൈറ്റ് എടുത്തിട്ട് ജോബ്സ് അറ്റ് ടെക്നോ പാർക്ക് എന്ന് പറയുന്നത് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം സാധനങ്ങളാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഈ ജോലികളിലേക്കൊക്കെ എത്തിപ്പെടാൻ സപ്ലിമെന്ററി എന്ന് പറയുന്ന സാധനം ഒരു കൺസ്ട്രെയിൻ ആണെന്ന് നിങ്ങൾ ആരും ധരിക്കരുത്. ആക്ച്വലി ഒരു കരിയറിലെ എൻട്രി ലെവൽ ജോബിന് സപ്ലിമെന്ററി എന്ന് പറയുന്ന സാധനം ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒന്നും ആവുന്നില്ല ഇപ്പൊ. മീൻസ് സപ്ലിമെന്ററി എന്ന് പറയുന്ന സംഭവം ഇല്ലാതിരിക്കുക എന്നുള്ളത് ഒരു മാൻഡേറ്ററി കാര്യമാവുന്നില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ബാക്ക്ലോഗ്സ് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മിക്കയിടത്തും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങളുടെ കരിയറിലെ എൻട്രി ലെവൽ ജോബിന് ബാക്ക്ലോഗ്സ് ആർ നോട്ട് എ കൺസ്ട്രെയിൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് വരിക. കാര്യം ഇന്ന് മാർക്കിനേക്കാളും കൂടുതൽ വേണ്ടത് അവൻ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഈ ടൂൾസ് എത്രത്തോളം അറിയാമെന്നതിനെയാണ്. അപ്പൊ പുസ്തകത്തിൽ പഠിച്ചത് വെച്ചിട്ട് മാർക്ക് കിട്ടിയതിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല ഇന്നൊരു ജോലി ലഭിക്കുക. മറിച്ച് അവൻ പോകുന്ന ആ കമ്പനിയിൽ അവന്റെ ജോബ് റോൾ എന്താണോ ആ ജോബ് റോളിനെ കുറിച്ച് എത്ര കാര്യങ്ങൾ പ്രാക്ടിക്കലി അറിയാമോ എന്നതാണ് അവിടെ അക്കൗണ്ട് ചെയ്യപ്പെടുക. സോ അതുകൊണ്ട് തന്നെ backlogs are not at all a constraint for your entry level job. So data science and AI related ആയിട്ടുള്ള ആ ഒരു ഇൻഡസ്ട്രിയിലും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ബാക്ക്ലോഗ്സും കാര്യങ്ങളും ഒന്നും ഒരു എൻട്രി ലെവൽ ജോബിന് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങളുടെ അങ്ങ് അറ്റം വരെയും സപ്ലൈ അടിച്ച് കിടക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. എൻട്രി ലെവൽ ജോബിന് ഇതൊന്നും ഒരു ക്രൈറ്റീരിയ ആവുന്നില്ല. പക്ഷേ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ സപ്ലിമെന്ററി എഴുതിയെടുക്കാൻ വേണ്ടി 1 വർഷം 6 മാസം കളഞ്ഞിട്ട് പിന്നെയും പോയി എന്തെങ്കിലും പഠിച്ച് ഒരു ജോലിക്ക് പോവാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെയും കരിയർ ബ്രേക്ക് ആണ് നിങ്ങൾ ഉണ്ടാക്കി. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, കരിയർ ബ്രേക്ക് ഉള്ള ഒരു ആളെയും ഒരു കാൻഡിഡേറ്റിനെയും ഒരു കമ്പനിയും എന്റർടൈൻ ചെയ്യാൻ പോകുന്നില്ല. സോ കരിയർ ബ്രേക്ക് എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടിരിക്കണമെങ്കിൽ, സപ്ലിമെന്ററി ഉള്ളവരുടെ കാര്യം ഞാൻ പറയാണ്, കരിയർ ബ്രേക്ക് ഇല്ലാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ഒരു ജോലിക്ക് കയറിയിട്ട് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സപ്ലിമെന്ററി വളരെ സീരിയസ് ആയിട്ട് തന്നെ എഴുതിയെടുക്കുക. അത് എഴുതിയെടുത്തിട്ടുള്ള കുഴപ്പം എന്താ അറിയോ, എന്നും ഒന്നും നിങ്ങളെക്കാളും ഒരുപാട് ജൂനിയേഴ്സ് നിങ്ങളുടെ മുകളിലേക്കുള്ള പൊസിഷനിൽ കയറി പോയാലും നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ മിക്കവാറും ആ ഒരു ജോബ് റോളിൽ തന്നെയായിരിക്കും നിങ്ങൾ നിൽക്കുക. സോ അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോ സപ്ലിമെന്ററി എന്ന് പറയുന്ന സംഭവം ഒരു കൺസ്ട്രെയിൻ ആവുന്നില്ല. സോ അറ്റ് ദ സെയിം ടൈം ഈ സപ്ലിമെന്ററി എന്ന് പറയുന്ന സാധനം ക്ലിയർ ചെയ്യേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ബിക്കോസ് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, നിങ്ങൾക്ക് ഹയർ ജോബ് റോളിലേക്ക് പോകണമെങ്കിൽ ശരിക്കും നിങ്ങൾ പ്രാക്ടിക്കലി സ്കിൽഡ് ആയാൽ മാത്രം പോരാ, ക്വാളിഫൈഡ് ആവുകയും കൂടെ വേണം. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഫോക്കസ് ഏരിയ ഈസ് സോഫ്റ്റ്വെയർ ആൻഡ് വെബ് ഡെവലപ്മെന്റ്. നിങ്ങൾക്കറിയാം ഇപ്പോ വെബ് ഡെവലപ്മെന്റിന്റെയും ഒരു സോഫ്റ്റ്വെയറിന്റെ ആവശ്യകതയും ഒക്കെ എത്രത്തോളം ആണ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ അധികം അറിയാവുന്നതാണ്. ഞാൻ അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റും ബാക്ക് എൻഡ് ഡെവലപ്മെന്റും ഡേറ്റാബേസ് മാനേജ്മെന്റും യൂസർ എക്സ്പീരിയൻസും ഒക്കെ ഇൻക്ലൂഡ് ആവുന്നതാണ് സോഫ്റ്റ്വെയർ ആൻഡ് വെബ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ അകത്തും ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള, ശരിക്കും ഈ സോഫ്റ്റ്വെയർ ആൻഡ് വെബ് ഡെവലപ്മെന്റ് ഒക്കെ പഠിക്കണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആണെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ല പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾക്കും പഠിക്കാവുന്നതാണ്. സോ അതും നിങ്ങൾക്കൊരു ചലഞ്ചാണ്. ഇപ്പൊ +2 കഴിഞ്ഞിട്ട് സോഫ്റ്റ്വെയർ ആൻഡ് വെബ് ഡെവലപ്മെന്റ് പഠിച്ച ഒരാൾ പോകുന്നതും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരാൾ ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ ആൻഡ് വെബ് ഡെവലപ്മെന്റ് പോകുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാക്കിയെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം.
സോ നിങ്ങൾക്ക് ബിടെക്കിൽ നിന്ന് കിട്ടിയ ആ ഫൗണ്ടേഷൻ വെച്ചുകൊണ്ട്, ആ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് ഈ സ്കിൽസ് ഇമ്പാർട്ട് ചെയ്ത് എന്താ പറയാ ഇൻഡസ്ട്രി റെഡി എഞ്ചിനീയർ ആയിട്ട് പോകുമ്പോഴാണ് അവരും നിങ്ങളും തമ്മിൽ രാപ്പകൽ വ്യത്യാസം വരുന്നത്. സോ സോഫ്റ്റ്വെയർ ആൻഡ് വെബ് ഡെവലപ്മെന്റ് ഓഫേഴ്സ് പ്രൊമിനന്റ് ജോബ് റോൾസ് ഇൻ ദ ഇൻഡസ്ട്രി. സോ അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഞാൻ നേരത്തെ പറഞ്ഞു, സൈബർ സെക്യൂരിറ്റി ആൻഡ് ഇന്റലിജൻസ്. ശരിക്കും ഈ 3 ഏരിയാസ് ആണ് ആർക്കിഡ് സ്കൂൾ ഓഫ് ഡേറ്റാ സയൻസ് ഫോക്കസ് ചെയ്യുന്നത്. ആർക്കിഡ് സ്കൂൾ ഓഫ് ഡേറ്റാ സയൻസിന്റെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 3 ഏരിയാസിലുമുള്ള ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് പ്രോഗ്രാംസ്, അതിനൊരു കോഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ്. ഈ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഇവിടെ അക്കാഡമിഷ്യൻസ് അല്ല പറഞ്ഞു തരിക, മറിച്ച് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽസ് ആയിരിക്കും. ഈ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽസിന്റെ ഏകദേശം 20-25ഓളം ലൈവ് ക്യാപ്സ്റ്റോൺ പ്രൊജക്ടുകളിലൂടെയാണ് നിങ്ങൾ ഈ ഓരോ സെക്ടറിലെയും ഓരോ ട്രെയിനിങ് പ്രോഗ്രാമും പഠിച്ചെടുക്കുക. അങ്ങനെ അത്രയും അധികം പ്രൊജക്ടുകളിലേക്കുള്ള എക്സ്പോഷറും കിട്ടി, അതിനുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ആ പഠിക്കുന്ന ടൂൾസിലുള്ള ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനോട് കൂടിയായിരിക്കും നിങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് ദ കോഴ്സ് നിങ്ങൾ ഇറങ്ങും, അല്ലെ? അപ്പൊ ഈ എൻഡ് ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 25ഓളം പ്രൊജക്ടിലുള്ള ലൈവ് പ്രൊജക്ടിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം യു വിൽ ഗെറ്റ് ദ അസിസ്റ്റൻസ് ഫ്രം ഇൻഡസ്ട്രി പ്രൊഫഷണൽസ് ഓൾസോ. ഇൻഡസ്ട്രി പ്രൊഫഷണൽസിന്റെ നിന്നുള്ള ഗൈഡൻസും അസിസ്റ്റൻസും നിങ്ങൾക്ക് അവിടെ ലഭിക്കുകയാണ്. ഇതിനൊക്കെയുള്ള നിങ്ങളൊരു ഇന്റർനാഷണൽ പ്രൊഫഷണൽ ആണ്, ഇന്ന സെക്ടറിലുള്ള ഒരു ഇന്റർനാഷണൽ പ്രൊഫഷണൽ ആണ് എന്ന രീതിയിലുള്ള സർട്ടിഫിക്കേഷൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് മോർ ഓവർ നിങ്ങൾ ഈ ചെയ്ത പ്രൊജക്ടുകൾക്കെല്ലാം നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ആർക്കിഡ് സ്കൂൾ ഓഫ് ഡേറ്റാ സയൻസ് ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ സയൻസ് ആസ്പിറൻസിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ കൊടുക്കുക. സോ എന്തൊക്കെയാണ് പ്രോഗ്രാംസ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡേറ്റാ സയൻസ് റിലേറ്റഡ് ആയിട്ട് ശരിക്കും 3 കോഴ്സസ് 3 ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഫസ്റ്റ് വൺ ഇസ് ഡേറ്റാ സയൻസ് ആൻഡ് ML മാസ്റ്റർ ക്ലാസ് വിത്ത് പൈത്തൺ. അതാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള കോഴ്സ്. ഇറ്റ്സ് എ 6 month കോഴ്സ്. മൈക്രോസോഫ്റ്റിന്റെ സർട്ടിഫിക്കേഷനോട് കൂടി വരുന്ന, മൈക്രോസോഫ്റ്റിന്റെയും അതുപോലെ തന്നെ പിയേഴ്സൺ വ്യൂവിന്റെയും ഒക്കെ സർട്ടിഫിക്കേഷനോട് കൂടി വരുന്ന ഒരു ഹൈ എൻഡ് ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഡേറ്റാ സയൻസ് ആൻഡ് ML മാസ്റ്റർ ക്ലാസ് വിത്ത് പൈത്തൺ എന്ന് പറഞ്ഞ ട്രെയിനിങ് പ്രോഗ്രാം. 6 month ആണ് അതിന്റെ ഡ്യൂറേഷൻ. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ജനറേറ്റീവ് AI 3 month ഡ്യൂറേഷനുള്ള കോഴ്സ് ആണ്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ പൈത്തൺ ഫോർ ഡേറ്റാ സയൻസ് ആൻഡ് AI ഡെവലപ്മെന്റ്. ജസ്റ്റ് പൈത്തന്റെ കോഡിങ്ങും അതിന്റെ ബാക്കി ഇംപ്ലിമെന്റേഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്ന ഡേറ്റാ സയൻസിനും AI ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് പൈത്തൺ പഠിപ്പിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട്. അതും 3 month ആണ്. അതും മൈക്രോസോഫ്റ്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. സോ ഇതിലേറ്റവും ഈ 3 കോഴ്സുകളിൽ ഏറ്റവും ഹൈലൈറ്റഡ് കോഴ്സ് എന്ന് പറയുന്നത് 6 month കോഴ്സ് തന്നെയാണ് ഡേറ്റാ സയൻസ് ആൻഡ് ML മാസ്റ്റർ ക്ലാസ് വിത്ത് പൈത്തൺ എന്ന് പറഞ്ഞ കോഴ്സ് തന്നെയാണ്. And next subsector is cyber security and ethical hacking. We have advanced course on cyber security and ethical hacking. Actually അതും 6 month കോഴ്സ് ആണ്. ഇവിടെ സൈബർ സെക്യൂരിറ്റി അനലിറ്റിക്സ്, അതുപോലെ സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ്, IoT സെക്യൂരിറ്റി, ബ്ലോക്ക് ചെയിൻ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഫീൽഡിലുള്ള എല്ലാ കാര്യങ്ങളും 25 ലൈവ് ക്യാപ്സ്റ്റോൺ പ്രൊജക്ടുകൾ വെച്ചുകൊണ്ട് നിങ്ങളെ കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു എന്താ പറയാ ഒരു സിഗ്നേച്ചർ പ്രൊജക്ടുകൾ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊജക്ടുകൾ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ക്യാരി ഔട്ട് ചെയ്യുന്നത്. സോ അഡ്വാൻസ് കോഴ്സ് ഓൺ സൈബർ സെക്യൂരിറ്റി എത്തിക്കൽ ഹാക്കിങ്ങിന് നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് UK സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ സിസ്കോ സർട്ടിഫിക്കേഷനും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. സോ സിസ്കോ നിങ്ങൾക്കറിയാം വേൾഡ് വൈഡ് നെറ്റ്വർക്കിംഗ് ആൻഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റവും വേൾഡ് വൈഡ് ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ ഉള്ള സർട്ടിഫിക്കേഷൻ ആണ് സിസ്കോ സർട്ടിഫിക്കേഷൻ. ആ സിസ്കോ സർട്ടിഫിക്കേഷൻ തന്നെയാണ് അഡ്വാൻസ് കോഴ്സ് ഓൺ സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞ ട്രെയിനിങ് പ്രോഗ്രാമിൽ ലഭിക്കുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് എ 3 month കോഴ്സ് certificate course on cyber security analytics. Just cyber security analytics മാത്രമേ അതിന്റെ നിങ്ങളുടെ ആവുള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് IoT ആൻഡ് ബ്ലോക്ക് ചെയിൻ സെക്യൂരിറ്റി. അതും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണ്, 3 month സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണ്. സോ ഇത് 3 സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ്. വെൻ ഇറ്റ് കംസ് ടു വെബ് ഡെവലപ്മെന്റ് ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, we have a 6 month training program on advanced course on full stack web development in Java in Mean or Burn. So അങ്ങനെ ഒരു ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെന്റ് കോഴ്സ് 6 month കോഴ്സും ആർക്കിഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ സബ്സെക്ടർ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, whether it's data science, whether it is cyber security and ethical hacking, or full stack web development or software development. So അത് ഏതാണെന്നുള്ളത് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക. അതിനനുസരിച്ചിട്ടുള്ള എല്ലാ സ്കിൽസും ഇമ്പാർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾ ചൂസ് ചെയ്യുക. ക്ലിയർ ആകാം.
ഈ അഡ്വാൻസ് കോഴ്സ് ഇൻ ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെന്റ് ജാവ മീൻ ഓർ മെൺ അതിനും സർട്ടിഫിക്കേഷൻ ഇറ്റ്സ് ഫ്രം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആൻഡ് അതോറിറ്റീസ്. Okay, and the next one is a 3-month course, certificate course in software testing. Only software testing is included in that. And the next one is IBM full stack cloud developer. Adinte certifications is from IBM itself. So ingare internationally accredited aayittulla certifications impart ചെയ്തിട്ടുള്ള ഒരു ട്രെയിനിങ് മെത്തഡോളജി ആണ് ആർക്കേഡിനുള്ളത്. ആർക്കേഡിന്റെ മെയിൻ സർട്ടിഫിക്കേഷൻ ഈസ് ഫ്രം CPD, Continuing Professional Development UK certification. അത് ശരിക്കും ഒരു വൺ ഓഫ് എ കൈൻഡ് സർട്ടിഫിക്കേഷൻ ആണ്. ആക്ച്വലി ഇന്ന് ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ സ്കിൽ ഡെവലപ്മെന്റിന് ഏറ്റവും അധികം കിട്ടുന്നത് ഈ ഒരു സർട്ടിഫിക്കേഷൻ ആണ്. ബിക്കോസ് ഇപ്പൊ CPD സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാള് ഇവിടെ നിന്നൊരു ഹയർ സ്റ്റഡീസിന് വേണ്ടി മറ്റേതെങ്കിലും രാജ്യത്ത് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എവിടെ വേണമെങ്കിലും പോകുമ്പോൾ ആ പഠിക്കുന്ന കോഴ്സിന് പോലും ക്രെഡിറ്റ് പോയിന്റ്സ് അവൈൽ ചെയ്യാനായിട്ട് ഈ സർട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതാണ് അതിന്റെ ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു കമ്പനി സർട്ടിഫിക്കേഷൻസ്, വി ഹാവ് മൈക്രോസോഫ്റ്റ് സർട്ടിഫിക്കേഷൻ, EC Council certification, IBM certification, Pearson VUE certification, and of course from Cisco itself. So ഇങ്ങനത്തെ 5 സർട്ടിഫിക്കേഷൻസ് ഉൾപ്പെടെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. സോ ഇത്രയും ഇന്റർനാഷണലി സർട്ടിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന്റെ ട്രെയിനിങ്ങോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 25ഓളം ലൈവ് ക്യാപ്സ്റ്റോൺ പ്രൊജക്ടുകളിലുള്ള എന്താ പറയാ ഒരു ലൈവ് എക്സ്പോഷർ നൽകിക്കൊണ്ട് നിങ്ങൾ അത്രയും പ്രൊജക്ടുകൾക്ക് വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കിക്കൊണ്ട് ചെയ്യുന്ന വളരെ ഇന്റൻസീവ് ആയിട്ട് ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് ഞാൻ നേരത്തെ കാണിച്ച 9 ട്രെയിനിങ് പ്രോഗ്രാംസും. അത് റാപ്പിഡ് കോഴ്സസ് ഉണ്ട്. റാപ്പിഡ് കോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജാവാസ്ക്രിപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള React.js, Node.js, അതുപോലെ പൈത്തൺ ബിഗിനർ കോഴ്സ്, അങ്ങനെ പലവിധമായിട്ടുള്ള റാപ്പിഡ് കോഴ്സസ് ഉണ്ട്. പക്ഷെ ഒരു റാപ്പിഡ് കോഴ്സ് നിങ്ങൾക്ക് ഇൻഡസ്ട്രി റെഡി എഞ്ചിനീയർ ആവാനായിട്ടുള്ള ഒന്ന് തരും എന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ഒക്കെ ഉള്ള കുട്ടികൾക്ക് റാപ്പിഡ് കോഴ്സ് എടുത്തുകൊണ്ട് അവർക്ക് അവരുടെ സ്കിൽസ് ഒന്ന് തുടക്കത്തിലെ പോളിഷ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും, ഗ്രാജുവലി കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പം ഇതാണ് ആർക്കേഡ് സ്കൂൾ ഓഫ് ഡേറ്റാ സയൻസ് നിങ്ങളുടെ ആ ഒരു പ്രോബ്ലത്തിന് ആയിട്ട് തരുന്ന സൊല്യൂഷൻ. ആൻഡ് വി ഹാവ് അവർ ഡെഡിക്കേറ്റഡ് എഞ്ചിനീയറിംഗ് റിക്രൂട്ട്മെന്റ് കമ്പനി, ഇറ്റ്സ് കോൾഡ് സ്റ്റെപ്പ് ഗ്ലോബൽ കോർപ്പറേറ്റ് സൊല്യൂഷൻസ്. അത് ഷാർജയിൽ ഹെഡ് ക്വാർട്ടർ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ തന്നെ സ്ഥാപനമാണ്. ഇറ്റ്സ് ടോട്ടലി മെൻ ഫോർ എഞ്ചിനീയറിംഗ് റിക്രൂട്ട്മെന്റ്. എബ്രോഡും നാഷണൽ വൈഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് റിക്രൂട്ട്മെന്റ് നടത്തുന്നതാണ്. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ കോഴ്സ് നിങ്ങൾക്ക് ശരിക്കും ഈ സർട്ടിഫിക്കേഷൻ തന്ന് ചുമ്മാ വിടുക എന്നുള്ള രീതിയല്ല, നിങ്ങൾക്കൊരു എലഗന്റ് ആയിട്ടുള്ളൊരു കോൺവക്കേഷൻ സെറമണി ഉണ്ടാവും. ആ കോൺവക്കേഷൻ സെറമണിക്ക് ശേഷം ആർക്കേഡിന്റെയും സ്റ്റെപ്പിന്റെയും കൂടി സംയുക്തമായിട്ട് ചേർന്നിട്ടുള്ള പ്ലേസ്മെന്റ് ലീഗ് സ്റ്റാർട്ട് ചെയ്യും. ഈ പ്ലേസ്മെന്റ് ലീഗില് നിങ്ങൾ ആർക്കേഡിൽ നിന്ന് എന്ത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് പ്രോഗ്രാം ആണോ എടുത്തത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള വളരെ നല്ല കമ്പനീസിനെ തന്നെ ഞങ്ങൾ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ആദ്യം ഞങ്ങൾ ഒരു എംപ്ലോയർ മീറ്റപ്പ് നടത്തുകയും ആ എംപ്ലോയർ മീറ്റപ്പില് ഈ വേക്കൻസികളിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നും അവർക്ക് ഒരു എംപ്ലോയിയിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം ആ പറഞ്ഞ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളെ ഓരോരുത്തരെയും മോൾഡ് ചെയ്തിട്ടാണ് ആ ഇന്റർവ്യൂവിൽ കൊണ്ടിരുത്തുക. അതായത് അവർ നാളെ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് പറഞ്ഞത്. അതിനുള്ള ഉത്തരവും അതിനുള്ള സ്കിൽസും ഒക്കെ പ്രാക്ടിക്കലി ആൻഡ് ടെക്നിക്കലി നല്ലപോലെ ഇമ്പാർട്ട് ചെയ്തിട്ടാണ് നിങ്ങളെ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുക, അല്ലെ? കാര്യം നല്ലൊരു കാൻഡിഡേറ്റിനെ പ്രസന്റ് ചെയ്താൽ മാത്രമേ ആ കമ്പനി നാളെയും ഒരു വേക്കൻസി വരുമ്പോൾ ആർക്കേഡിനെ കോണ്ടാക്ട് ചെയ്യുള്ളൂ. സോ അതിനു വേണ്ടിയിട്ട് വളരെ എഫിഷ്യന്റ് ആയിട്ട് അതൊക്കെ മോണിറ്റർ ചെയ്യാനും ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് റിക്രൂട്ട്മെന്റ് പോസിബിൾ ആക്കാനും ഏകദേശം 18ഓളം എംപ്ലോയീസ് ഉള്ള ഒരു സബ് കാറ്റഗറിയിലുള്ള കമ്പനിയാണ് സ്റ്റെപ്പ് ഗ്ലോബൽ കോർപ്പറേറ്റ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് റിക്രൂട്ട്മെന്റിന് വേണ്ടി മാത്രം, അതിനുവേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് പ്രൊഫഷണൽ കമ്പനി, ഒരു ഓവർസീസ് കമ്പനിയുള്ള ഗ്രൂപ്പ് കൂടിയാണ് ആർക്കേഡ്. സോ നിങ്ങളുടെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ യാതൊരു വിഷയം ഇവിടെ ഉണ്ടാവുന്നില്ല. കാര്യം നിങ്ങൾ ഇത്രയും റിസോഴ്സ്ഫുൾ ആയിട്ട് ട്രെയിൻഡ് ആയി ഇറങ്ങുവാണെങ്കിൽ അതിനുവേണ്ടിയുള്ള കമ്പനീസ് ഒരുപാട് ഇവിടെ വെയിറ്റിംഗ് ആണ്. അത്തരം എംപ്ലോയീസിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് പല കമ്പനീസും വെയിറ്റിംഗ് ആണ്. സോ അവർക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു ബ്രിഡ്ജിങ് ആണ് ശരിക്കും ആർക്കേഡ് സ്കൂൾ ഓഫ് ഡേറ്റാ സയൻസ് നടത്തുന്നത്, ബൈ ഇമ്പാർട്ടിംഗ് ഇൻഡസ്ട്രിയൽ സ്കിൽസ് ആൻഡ് ബൈ കണക്ടിങ് ദ ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് വിത്ത് യു. സോ ഇതാണ് ശരിക്കും ആർക്കേഡ് സ്കൂൾ ഓഫ് ഡേറ്റാ സയൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പ്രോബ്ലത്തിനും, കരിയറിലെ ഓരോ പ്രോബ്ലത്തിനും, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ പ്രോബ്ലത്തിനും ആർക്കേഡ് സ്കൂൾ ഓഫ് ഡേറ്റാ സയൻസ് തരുന്ന ഒരു സൊല്യൂഷനും ഇത് തന്നെയാണ്. ശരിക്കും നമ്മളിപ്പോ കമ്പനീസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോ കേരളത്തിലുള്ള IT കമ്പനികളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി വളരെ മോശമല്ലാത്ത ഒരു നല്ല നമ്പർ ഓഫ് കമ്പനീസ് കേരളത്തിൽ തന്നെ ഉണ്ട്.
പല രാജ്യങ്ങളിലെയും കമ്പനീസ് കേരളത്തിൽ തന്നെ ഉണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ നോക്കുക ഏത് സെക്ടറാണ് ഇവിടെ എനിക്ക് നല്ലതായിട്ടുള്ളത് എന്നുള്ളത് നോക്കുക. ആ സെക്ടർ സെലക്ട് ചെയ്യുക. സെക്ടർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പൊ കേരളത്തിൽ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള കമ്പനീസിനെ നല്ലപോലെ നോക്കുക. എന്നിട്ട് അവരിൽ കൂടുതൽ പ്രൊമിനന്റ് ആയിട്ടുള്ള കമ്പനീസും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ് കാറ്റഗറി നോക്കുക. അങ്ങനെ ചൂസ് ചെയ്തിട്ട് മാത്രം നിങ്ങളൊരു ജോബിന് പോവുക. ദയവ് ചെയ്ത് പ്ലേസ്മെന്റ് ഡ്രൈവോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും രീതിയിൽ ഇനിഷ്യലി വരുന്ന ഒരു കാര്യത്തിൽ കണ്ണും അടച്ച് കയറി കൊടുക്കാണ്ടിരിക്കുക. ഒരു ജോലി വേണമല്ലോ, പഠിച്ചിറങ്ങിയ ഉടനെ ജോലി കിട്ടി എന്നുള്ളൊരു പേര് നേടണമല്ലോ എന്ന് വിചാരിച്ച് മാത്രം ദയവ് ചെയ്ത് ആരും നിങ്ങൾക്ക് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റിലേക്ക് പോകാണ്ടിരിക്കുക. സോ അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. സോ ആ കാര്യങ്ങൾ നിങ്ങൾ വളരെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക. സോ ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ ഇപ്പോ ആർക്കേറ്റിന്റെ ഞാൻ പറഞ്ഞു, ആർക്കേറ്റ് സ്കൂൾ ഓഫ് ഡേറ്റാ സയൻസിന്റെ ഇനോഗ്രൽ ഓഫർ ഇപ്പോ പേഴ്സിസ്റ്റ് ആണ്. സോ അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഫീ ഡിസ്കൗണ്ട്സും ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ബാച്ചിന്റെ അഡ്മിഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. വി ഓൾറെഡി സ്റ്റാർട്ടഡ് അവർ ഏർലി ബേർഡ് രജിസ്ട്രേഷൻസ്. ഏർലി ബേർഡ് രജിസ്ട്രേഷൻസ് എന്ന് പറയുന്നത് നോർമൽ ഫീസിനേക്കാളും ഒരു ഡിസ്കൗണ്ടഡ് ഫീസിലായിരിക്കും. ഇപ്പൊ രജിസ്റ്റർ ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് അതിൽ കയറാൻ പറ്റും, ആ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുക. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴേ അതിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യാവുന്നതാണ്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഓൾറെഡി ഈ പറഞ്ഞ പോലെ നമ്മുടെ ടീം തന്നെ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ലിങ്കും അതുപോലെ കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ കോഴ്സസിനെ ഏർലി ബേർഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഏർലി ബേർഡ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഡിസ്കൗണ്ട്സും ആ പറഞ്ഞ എല്ലാ പ്രൊവിഷൻസും നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇന്ന് ഈ വെബിനാറിന് പങ്കെടുത്ത എല്ലാവർക്കും സ്റ്റെപ്പ് ഗ്ലോബൽ കോർപ്പറേറ്റ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ആർക്കേറ്റിന്റെ തന്നെ ഓവർസീസ് കമ്പനി, ഷാർജയിൽ ഹെഡ് ക്വാർട്ടർ ചെയ്തിരിക്കുന്ന എഞ്ചിനീയറിംഗ് റിക്രൂട്ട്മെന്റ് കമ്പനിയുടെ ഫ്രീ രജിസ്ട്രേഷൻസ് 3,000 rupees വർത്ത് ആയിട്ടുള്ള രജിസ്ട്രേഷൻസ് നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ലഭിക്കുകയാണ്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എഞ്ചിനീയറിംഗ് റിക്രൂട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള രജിസ്ട്രേഷനും അവിടെ പോസിബിൾ ആയിട്ടുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോ നമ്മുടെ ചാറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആ ഫീഡ്ബാക്ക് ഫോം കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. എല്ലാവർക്കും അതിനു വേണ്ടിയുള്ള സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ എത്തുന്നതായിരിക്കും. Sir, any options towards designing area as a web designer and developer connected towards this IT field? Obviously, അപ്പോ ഇതില് ഫ്രണ്ട് എൻഡ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോ ഡിസൈനിങ് പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ UI UX പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻഎവിറ്റബിൾ ഏരിയ അല്ലെ. സോ ഒരു ഗ്രാഫിക് ഡിസൈനിങ് കൂടി അറിയാവുന്ന ഒരു വെബ് ഡിസൈനർ ആണെങ്കിൽ എല്ലാ കമ്പനീസും വളരെ ഹാർദവമായിട്ട് തന്നെ വെൽക്കം ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അതിൽ തന്നെ ഇപ്പം വെബ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് വരുമ്പോൾ UI UX എന്ന് പറഞ്ഞ ആ ഒരു പാർട്ട് എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. സാധാരണഗതിയിൽ UI UXന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലും ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിന് സെപ്പറേറ്റ് ഒരു പ്രൊഫഷണലും ആയിരിക്കും ഉണ്ടാവുക. സോ ആ ഒരു കണ്ടന്റും കൂടി നല്ലപോലെ അറിയാവുന്ന, ഇപ്പം ഫിഗ്മ പോലുള്ള സംഭവങ്ങളിൽ കൂടുതലായിട്ട് അറിയാവുന്ന, XD പോലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാവുന്ന, ആ ടൂൾസ് ഒക്കെ നല്ലപോലെ യൂസ് ചെയ്യാൻ അറിയാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പല കമ്പനീസും, എന്റെ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ എനിക്ക് പറയാം, പല കമ്പനീസിലേക്ക് നമുക്ക് വെബ് ഡിസൈനേഴ്സിനെ അയക്കുമ്പോൾ അവർ ചോദിക്കാറുണ്ട് UI UX കൂടി അറിയാവുന്ന ആൾക്കാരുണ്ടോ എന്നുള്ളത്. സോ ഇറ്റ്സ് ആൻ ആഡഡ് അഡ്വാൻറ്റേജ്.
ഫോർ ഗെറ്റിംഗ് എ ജോബ് ഓൾസോ. അത് മാത്രമല്ല UI/UX കൂടി അറിയാവുന്നത് ശരിക്കും നിങ്ങളുടെ ആ ഒരു സാലറി സ്കെയിലിൽ ഡിസൈഡ് ചെയ്യുന്നതിലും ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട്. സോ UI/UX എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അത് നല്ലൊരു ഓപ്ഷനാണ്, വളരെ നല്ല ഓപ്ഷനാണ് ഈ പറഞ്ഞ രീതിയിൽ പോകാനായിട്ട്. സോ വെബ് ഡെവലപ്മെന്റ് കമ്പനീസിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ ഗ്രാഫിക് ഡിസൈനിങ് കമ്പനീസിനെ ബേസ് ചെയ്തിട്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതിനകത്ത് വരുന്നുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടെക്നോ പാർക്ക് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, ഇൻഫോ പാർക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും വെബ് ഡിസൈനിങ്, വെബ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ UI/UX പാത്ത്, ആ ഒരു പർട്ടിക്കുലർ സ്കിൽസും കൂടി അറിയാവുന്നവരെ കിട്ടിയാൽ കൊള്ളാം എന്ന രീതിയിൽ ഒരുപാട് വേക്കൻസീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ പ്രൊമിനന്റ് വൺ. സർ അതിലോട്ട് കൂടി ഉണ്ടെങ്കിൽ ബെറ്റർ ഫോർ മീ ആൻഡ് ആസ് ഞാനൊരു ഫ്രീലാൻസ് ഗ്രാഫിക് ഡിസൈനർ ആണ് വിത്ത് IT ബാക്ക്ഗ്രൗണ്ട്. യാ, അതൊരു ഭയങ്കര നല്ല കോമ്പിനേഷൻ ആണ് ആക്ച്വലി, ഗ്രാഫിക് ഡിസൈനർ വിത്ത് ആൻ IT ബാക്ക്ഗ്രൗണ്ട്. ശരിക്കും ഈ പറഞ്ഞ പോലെ UI/UX ആൻഡ് ഗ്രാഫിക് ഡിസൈനിങ് അത് ബോത്ത് ആർ റിലേറ്റഡ് അല്ലെ, ബോത്ത് ആർ ഹൈലി റിലേറ്റഡ്. സോ ഇപ്പം ആർക്കേഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർക്കേഡിൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കേഡ് വി ഹാവ് 2 സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഇറ്റ്സ് കോൾഡ് ആർക്കേഡ് സ്കൂൾ ഓഫ് മീഡിയ ആൻഡ് ആർക്കേഡ് സ്കൂൾ ഓഫ് ഡേറ്റാ സയൻസ്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഈസിലി തന്നെ അതിലേക്ക് എന്താ പറയാ ഒന്ന് കണക്റ്റഡ് ആക്കാനും ആ കണക്റ്റഡ് ആക്കിയ ഔട്ട്പുട്ടിനെ ശരിക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ മാർക്കറ്റ് ചെയ്യാനും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈ പറഞ്ഞ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. Any other question? So actually, I'm looking to connect web designing with app development. Not VX, that's why I'm looking designing with app development. Dion Johnson. ഇതിനകത്ത് ആപ്പ് ഡെവലപ്മെന്റ് നോട്ട് UI/UX എന്നാണോ ഉദ്ദേശിച്ചത്? ഓക്കെ ഓക്കെ ഫൈൻ. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോ നിങ്ങൾക്ക് വെബ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് നല്ല രീതിയിൽ എടുത്തിട്ട് ഇപ്പം ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെന്റും അതുപോലെ എന്താ പറയാ iOS റിലേറ്റഡ് ആയിട്ടുള്ള ആപ്പ് ഡെവലപ്മെന്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് അത് ഒരു സെപ്പറേറ്റ് സ്കീമാണ്. ഇപ്പൊ നിങ്ങൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ചെയ്യുന്ന ആ ഒരു ടൂൾസ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺസ് അല്ല നിങ്ങൾ അവിടെ ഫോളോ ചെയ്യുക. ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. സോ ഇത് മൂന്നും അറിയാവുന്ന ഒരാളെന്ന് പറയുമ്പോൾ ആപ്പ് ഡെവലപ്മെന്റിൽ വരുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ എന്താ പറയാ UI/UX റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചേ തീരത്തുള്ളൂ. അപ്പോൾ ആപ്പ് ഡെവലപ്മെന്റിനകത്ത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് UI/UX എന്ന് പറയുന്നത്. സോ അത് ആപ്പ് ഡെവലപ്മെന്റിൽ ഒരു ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള ഒന്നാണ്. ആപ്പ് ഡെവലപ്മെന്റ് ആൻഡ് വെബ് ഡിസൈനിങ് വെൻ കമ്പൈൻ ടുഗദർ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അജാസ് സർ, വാട്ട് ആർ ദ സ്കോപ്സ് ഫോർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് ആഫ്റ്റർ BTech CS? ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, നെറ്റ്വർക്കിംഗ് പാർട്ടിലേക്ക് വരുമ്പോഴും ഹാർഡ്വെയർ പാർട്ടിലേക്ക് വരുമ്പോഴും വലിയ കമ്പനീസ് നോക്കുന്നത് ശരിക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. സോ കരിയറിന്റെ ഒരു എൻട്രി ലെവൽ ജോബിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഇപ്പം CCNA പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അതിലേക്ക് ചെന്ന് നിങ്ങൾ എത്തിപ്പെടുന്ന ജോലി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സെക്ടറുകളിൽ തരുന്ന അത്രത്തോളം ഒരു സാലറി ഡിമാൻഡ് ചെയ്യുന്ന ഒന്ന് ആയിരിക്കില്ല, ഒന്നാമത്തെ കാര്യം. ഇനി ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് റിലേറ്റഡ് ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, സേ ഒരു 5 years അല്ലെങ്കിൽ 4 years എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നല്ല രീതിയിലുള്ള സാലറി പാക്കേജും നല്ല ജോബ് റോൾസും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇനിഷ്യൽ സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് മറ്റ് ഇൻഡസ്ട്രീസ്, മറ്റ് സബ് കാറ്റഗറീസ് പ്രൊവൈഡ് ചെയ്യുന്ന പോലത്തെ ഒരു സാലറി പാക്കേജസ് ഈ പറഞ്ഞ കമ്പനീസ് സാധാരണഗതിയിൽ കൊടുത്തു കാണുന്നില്ല. പക്ഷെ സ്കോപ്പ് ഉണ്ട്, സ്കോപ്പ് ഒരുപാടുണ്ട്. ഇതെല്ലാം ഹാർഡ്വെയർ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ സ്കോപ്പുകൾ ഒരുപാടുണ്ട്. പക്ഷെ CCNA പോലെയുള്ള നെറ്റ്വർക്കിംഗ് കോഴ്സുകൾ എടുത്ത് അത് പഠിച്ച് അതിന്റെ സർട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ നല്ല ബെറ്റർ ആയി. And thank you, Ajas, for your questions. Any other question?
Section as in the given form, your area of interest. Sorry, it's area of interest in civil engineering for job എന്ന് പറയുന്നത് by mistake വന്നതായിരിക്കാം. Area of interest in computer science engineering for job എന്നായിരിക്കും അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. I'm so sorry for that. It's a mistake from my team. So അത് your area of interest in computer science engineering എന്നാണ് കേട്ടോ, അല്ലെങ്കിൽ IT industry എന്നാണ്. അത് ഉടനെ തന്നെ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. Thank you, Bilal. Thank you for pointing out that. Any other questions? Sir, ഇവിടെ data science any connection towards my area? Towards this my area. Okay. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഡേറ്റാ സയൻസ് ഓറിയന്റഡ് ആയിട്ട് ഇപ്പം അല്ലെങ്കിൽ AI ഓറിയന്റഡ് ആയിട്ട് വെബ് ഡെവലപ്മെന്റിലായാലും ശരി, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, അതുപോലെ ആപ്പ് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, എല്ലാത്തിലും AI ആൻഡ് ഡേറ്റാ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസും അതിന്റെ ഇമ്പാക്റ്റും ഇപ്പൊ ഒരുപാടായിട്ട് ഉണ്ടാവുന്നുണ്ട്. സോ ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയാ, ഡേറ്റാ സയൻസ് പഠിച്ചത് കൊണ്ട് ആ ഒരു ഫീൽഡില് ഭയങ്കര ഒരു ഇമ്പാക്ട് ഉണ്ടാവും എന്ന് വിചാരിക്കണ്ട. പക്ഷെ ദർ ഇസ് ആൻ ഇമ്പാക്ട് എന്നുള്ളതേ ഉള്ളൂ. കാര്യം ഇപ്പോ ഈ വെബ് ഡെവലപ്മെന്റ് ആയാലും ശരി, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ആപ്പ് ഡെവലപ്മെന്റ്, ഇതിനകത്തൊക്കെ ഉള്ള ടൂൾസ് ഇറ്റ്സെൽഫ് അത് ഓൾറെഡി എന്താ പറയാ കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം AI റിലേറ്റഡ് ആയിട്ടും ഡേറ്റാ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം കാലിബ്രേറ്റഡ് ആയിട്ടാണ് ആ പറഞ്ഞ ടൂൾസ് എല്ലാം വരും. സോ അതുകൊണ്ട് തന്നെ ഡേറ്റാ സയൻസ് പഠിച്ചത് കൊണ്ട് അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. Is there any other questions? Thank you all for your questions, and thank you, Bilal, especially for pointing out the mistake. അപ്പോ ഇന്നിപ്പം ഞായറാഴ്ച ശരിക്കും ഈ ഒരു ടൈമില് സർ പ്ലീസ് അപ്ഡേറ്റ് ദ ഓപ്ഷൻസ് ഓൾസോ. ഷുവർ. ആ ഓപ്ഷൻസ് എല്ലാം ഇപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഏർലി ബേർഡ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ഡു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് പ്രോഗ്രാംസ് with the guidance of industry professionals and with international certification, you can register and do the early bird registration link. So early bird registration close ചെയ്യാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അറൌണ്ട് ഒരു 5 days or 6 days മാത്രമേ ഉള്ളൂ ഏർലി ബേർഡ് രജിസ്ട്രേഷൻസ് ക്ലോസ് ചെയ്യാനായിട്ടുള്ളത്. സോ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ഫീസിലുള്ള ഡിസ്കൗണ്ടുകളും ഏർലി ബാച്ചസിലേക്കുള്ള ഒരു പ്രൊമിനൻസിയും ഒക്കെ നിങ്ങൾ നേടിയെടുക്കാനായിട്ട് നോക്കുക. ആൻഡ് ഐ വെൽക്കം യു ഓൾ ടു ആർക്കേഡ് സ്കൂൾ ഓഫ് ഡേറ്റാ സയൻസ് ഫോർ ദ ഇന്റർനാഷണൽ ട്രെയിനിങ് പ്രോഗ്രാംസ്. സോ ടുഗദർ വി ക്യാൻ ബിൽഡ് എ ബെറ്റർ എഞ്ചിനീയറിംഗ് കൾച്ചർ ഓൾസോ. സോ ബി എ കോൺഫിഡന്റ് എഞ്ചിനീയർ എന്നുള്ളതാണ് ആർക്കേഡിന്റെ എപ്പോഴത്തെയും ഒരു ടാഗ് ലൈൻ. അത് തന്നെയാണ് ആർക്കേഡ് സ്കൂൾ ഓഫ് ഡേറ്റാ സയൻസിന്റെ ടാഗ് ലൈനും. ഇൻഡസ്ട്രി റെഡി ആയിട്ടുള്ള കോൺഫിഡന്റ് എഞ്ചിനീയേഴ്സ് ആയിട്ട് നിങ്ങൾ എല്ലാവരും മാറട്ടെ എന്ന് ഒരുപാട് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു ഓൾ for participating in this webinar in this hectic schedule of yours. So എല്ലാവരും എക്സാംസിന്റെയും ഇനി അങ്ങോട്ട് പ്രൊജക്ടിന്റെയും ഒക്കെ തിരക്കിലാണ്. All the very best for your exams and all the very best for your future also. Thank you very much. Bye, good night.
നോ ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ എല്ലാവർക്കും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ബൈ ബൈ.